ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്. 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1 to 4 നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, 2019 സ്കീമിലെ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ 1 സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ CET 203 ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സിൻ്റെ സബ്ജക്ട് കോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 5 സിലബസിലേക്ക് പോവാം. മൊഡ്യൂൾ 5 സിലബസിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് സ്പെസിഫിക് എനർജിയാണ്. ഓക്കെ, സ്പെസിഫിക് എനർജിയുടെ ഉള്ളിൽ വരുന്നത് സ്പെസിഫിക് എനർജി ഡയഗ്രാം, ദെൻ ഡിസ്ചാർജ് ഡയഗ്രാം, ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ഫോംസ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽസ് ഇൻ റെക്ടാങ്കുലർ പ്രിസ്മാറ്റിക് ചാനൽസ്. ഓക്കെ, ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദെൻ ഡിഫറെൻറ്റ് ഫോംസ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽസ് ഇൻ റെക്ടാങ്കുലർ പ്രിസ്മാറ്റിക് ചാനൽസ്. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ലെങ്ത് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽസ് ബൈ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്പെസിഫിക് ഫോഴ്സ്. ഓക്കെ, ഇത് ഗ്രാജുവലി വേരിഡ് ഫ്ലോ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ. ഓക്കെ, റാപ്പിഡ്ലി വേരിഡ് ഫ്ലോയുടെ ഉള്ളിൽ വരുന്ന ടോപ്പിക്കാണ് ഹൈഡ്രോളിക് ജംപ്. ദെൻ കോൺജുഗേറ്റ് ഓർ സീക്വൻറ്റ് ഡെപ്ത്സ്, എക്സ്പ്രഷൻ ഫോർ സ്വീക്വൻറ്റ് ഡെപ്ത്സ് ആൻഡ് എനർജി ലോസ് ഫോർ എ ഹൈഡ്രോളിക് ജംപ് ഇൻ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനൽസ്, ടൈപ്സ്, യൂസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈഡ്രോളിക് ജംപ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വരുന്നത് ഹൈഡ്രോളിക് ജമ്പാണ്. ഓക്കെ, ഹൈഡ്രോളിക് ജമ്പിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും, അതായത് അതിൻ്റെ ആ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഹൈഡ്രോളിക് ജമ്പ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദെൻ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ഹൈഡ്രോളിക് ജമ്പിൽ നിന്ന് എന്തായാലും ഈ ഒരു മൊഡ്യൂൾ 5 ക്വസ്റ്റ്യനിൽ ഹൈഡ്രോളിക് ജമ്പ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2022 ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊഡ്യൂൾ 5 വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ വന്നേക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് സ്പെസിഫിക് എനർജി കർവ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെസിഫിക് എനർജി ആൻഡ് ഡെപ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് E ആണ്, ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് Y. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എനർജിയും ഡെപ്ത് ഓഫ് ഫ്ലോയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ആ ഒരു കർവ് വരച്ചിട്ട് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എൻലിസ്റ്റ് എനി 6 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഇപ്പോൾ ഞാൻ സിലബസിൽ പറഞ്ഞല്ലോ ഹൈഡ്രോളിക് ജമ്പിൻ്റെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ഹൈഡ്രോളിക് ജമ്പിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, എനി 6 പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ 6 പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 2 അപ്ലിക്കേഷന് 1 മാർക്ക് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും 0.5 വെച്ചിട്ടാണ് ടോട്ടൽ 3 മാർക്സ്. 6 അപ്ലിക്കേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 3 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് സ്പെസിഫിക് എനർജി കർവ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E ആൻഡ് Y. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എനർജി കർവ്, സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ എനർജി, നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്നത് ടോട്ടൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഈ ഒരു വാട്ടർ ഫ്ലോൻ്റെ ഒരു സെക്ഷൻ നമ്മൾ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡാറ്റം എന്ന് കൺസിഡർ ചെയ്യാം. ഇതാണ് ഡാറ്റം ലൈൻ. ദെൻ ചാനൽ ബോട്ടം വരുന്നത് ഇതാണ്. ഓക്കെ, വാട്ടറിൻ്റെ ഫ്രീ സർഫസ് വരുന്നത് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഡാറ്റത്തിൽ നിന്നുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡാറ്റം ഹെഡ് എന്ന് പറയുന്നത്. ചാനൽ ബോട്ടത്തേക്ക് ഡാറ്റത്തിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡാറ്റം ഹെഡ് എന്ന് പറയുന്നത്, സെഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് Y എന്ന് പറയുന്നതാണ് പ്രഷർ ഹെഡ്. ഓക്കെ, ഡാറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് ആണ് ടോട്ടൽ എനർജി. ഓക്കെ, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഡാറ്റം ഹെഡ് സെഡ് പ്ലസ് പ്രഷർ ഹെഡിൻ്റെ ഇക്വേഷൻ P/ρg പ്ലസ് കൈനറ്റിക് ഹെഡിൻ്റെ ഇക്വേഷൻ V²/2g. ഓക്കെ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എനർജി കിട്ടുന്നത്. ഓക്കെ, നമുക്ക് സ്പെസിഫിക് എനർജിയാണ് വേണ്ടത്. ഓക്കെ, ടോട്ടൽ എനർജി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം ലൈനാണ് നമ്മൾ ടോട്ടൽ എനർജി
ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ഫോം ചെയ്തത്. അതായത് ഡാറ്റം ഹെഡ് ആണ്. ഡാറ്റം ലൈനിൽ നിന്ന് ചാനൽ ബോട്ടം വരെയുള്ള ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ഡാറ്റം ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് എനർജി എന്ന് പറയുമ്പോൾ ഡാറ്റം നമ്മൾ ചാനൽ ബോട്ടം ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഡാറ്റം ഹെഡ് എന്ന് അതായത് നമ്മളൊരു ഡാറ്റം ലൈൻ കൺസിഡർ ചെയ്ത് അവിടെ നിന്നുള്ള ടോട്ടൽ എനർജി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡാറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ എനർജി കിട്ടിയത്. ഓക്കെ, സ്പെസിഫിക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റം ലൈൻ നമ്മൾ ചാനൽ ബോട്ടത്തിൻ്റെ ആ ഒരു ലൈനായിട്ട് മാറ്റാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റം ലൈനും ചാനലിൻ്റെ ബോട്ടം ലൈനും ഒരൊറ്റ ലൈനിൽ വരുമ്പോൾ, ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ തന്നെയാണ് ഈ ഒരു കണ്ടീഷൻ വേണ്ടാന്ന് വെച്ചു. അതായത് ഡാറ്റം ഹെഡ് മാറിയിട്ട് ഓക്കെ ചാനൽ ബോട്ടം തന്നെയാണ് ഡാറ്റം വരുന്നത്. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ വരുന്ന എനർജീനെ നമ്മൾ പറയുന്നതാണ് സ്പെസിഫിക് എനർജി. ഓക്കെ, ഇഫ് ദ ചാനൽ ബോട്ടം ഈസ് ടേക്കൺ ആസ് ഡാറ്റം, ചാനൽ ബോട്ടം ഈ ഒരു ലൈൻ നമ്മൾ ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ ബോട്ടമാണ് നമ്മൾ ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഡിൻ്റെ വാല്യൂ ഓഫ് കോഴ്സ് 0 ആയി പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് ദ ചാനൽ ബോട്ടം ഈസ് ടേക്കൺ ആസ് ഡാറ്റം സെഡ് വിൽ ബി 0, ദെൻ ദ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് വിൽ ബി. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി അപ്പോൾ എങ്ങനെ മാറും? സെഡ് 0 ആയി പോയി. ഓക്കെ, ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് ആയിരിക്കും. പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് വൈ. ഓക്കെ, വൈ എന്ന് പറയുന്നതാണ് P/ρg. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വൈ. ഓക്കെ, വൈ പ്ലസ് V²/2g. V²/2g എന്ന് പറയുന്നതാണ് കൈനറ്റിക് ഹെഡ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് ആവും. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് V²/2g. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? യൂസിങ് സ്പെസിഫിക് എനർജി കർവ്. നമ്മളിപ്പോൾ സ്പെസിഫിക് എനർജി എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിനി സ്പെസിഫിക് എനർജി കർവ് വരയ്ക്കണം. കർവ് വരച്ചിട്ട് വേണം നമുക്ക് സ്പെസിഫിക് എനർജിയും ഡെപ്ത് ഓഫ് ഫ്ലോയും തമ്മിലുള്ള സ്പെസിഫിക് എനർജി ഇ, ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നതാണ് ഈ വൈ. ഓക്കെ, ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്ന് നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോൻ്റെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. ഡിഫൈൻഡ് ആസ് ദി എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബോട്ടം ആസ് ഡാറ്റം. ചാനൽ ബോട്ടം നമ്മൾ ഡാറ്റമായിട്ട് ടോട്ടൽ എനർജി മെഷർ ചെയ്യുമ്പോൾ വരുന്ന എനർജിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് എനർജി ഇ അറ്റ് എനി സെക്ഷൻ ഈസ് ദി സം ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് ദാറ്റ് സെക്ഷൻ ആൻഡ് വെലോസിറ്റി ഹെഡ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഇ എന്ന് പറയുന്നത് ഡാറ്റം ഹെഡ് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു വൈ പ്ലസ് V²/2g ആവും. ഓക്കെ, അതാണ് സ്പെസിഫിക് എനർജി. ഓക്കെ, അപ്പോൾ ഇതിൽ വൈ പ്ലസ് V²/2g ആവും. ഇതിലെ നമ്മൾ V²നെ, അതായത് V²ലെ വിനെ നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ് Q ഈസ് ഈക്വൽ ടു AV. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് V ഈസ് ഈക്വൽ ടു ഇപ്പോൾ എന്തായിരിക്കും? V ഈസ് ഈക്വൽ ടു Q/A. ഓക്കെ, Q/A ആണ്. അപ്പോൾ നമ്മൾ V മാറ്റിയിട്ട് ഈ Q/A എന്നുള്ള ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? വൈ പ്ലസ് Q², V² എന്നുള്ളത് Q²/A² ആവും. സോ Q²/2g A². ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈ പ്ലസ് Q²/2g A² എന്നാവും. ഓക്കെ, അപ്പോൾ ഇതിൽ വൈ പ്ലസ് Q²/2g A². ഇതിലെ Q എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ A എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ നമ്മൾ പറയുന്നതാണ് ഏരിയ. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റെക്ടാങ്കുലർ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വിഡ്ത്ത് വരാണ്, ഇതാണ് ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഫോർ എ ഗിവൺ ചാനൽ സെക്ഷൻ ആൻഡ് ഡിസ്ചാർജ് Q ദ സ്പെസിഫിക് എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓൺലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു ടേം വൈ ആണ്, ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണെന്ന് എടുത്തു. ഓക്കെ, ദെൻ സെക്കൻഡ് ടേമിൽ Q കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏരിയനെയാണ്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഡെപ്ത് ഓഫ് ഫ്ലോനെയാണ്. ഓക്കെ, അതാണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് എനർജി ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഡെപ്ത് ഓഫ് ഫ്ലോ വെൻ നമ്മൾ Q ഒരു കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കണ്ടീഷനിൽ സ്പെസിഫിക് എനർജി ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡെപ്ത് ഓഫ് ഫ്ലോ വൈ. ഓക്കെ, ഇതിൽ വൈ വരും. ദെൻ ഏരിയയുടെ ഇക്വേഷൻ
ബി വൈ ആണെങ്കിൽ റെക്ടാങ്കുലറിൻ്റെ കേസിൽ ബി വൈ, ദെൻ വേറെ നമ്മൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സെക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാനൽ സെക്ഷൻ ഉണ്ട്. ഏത് സെക്ഷൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ആ ഒരു ടേമിലാണ് ഏരിയയുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് റെക്ടാങ്കുലർ എടുക്കുകയാണെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വൈയുടെ ഫംഗ്ഷനായിട്ടാണ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓൺലി. Thus, for a given section and discharge, equation for specific energy may be represented graphically. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു E is equal to y plus v square by 2g ആണ് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, സ്പെസിഫിക് എനർജി E ഡിപ്പെൻഡ് ചെയ്യുന്നത് വൈനെയാന്ന് പറഞ്ഞു, ഡെപ്ത് ഓഫ് ഫ്ലോനെയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഡെപ്ത് ഓഫ് ഫ്ലോയും സ്പെസിഫിക് എനർജിയും രണ്ടും കൂടെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന ആ ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ് ആക്സിസിൽ സ്പെസിഫിക് എനർജിയും വൈ ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോയും മാർക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു കർവ്. ഓക്കെ, ആ ഒരു കർവിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫിക്കലി ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഡയഗ്രത്തിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് എനർജി ഡയഗ്രം. Okay, specific energy is plotted against the depth of flow. The curve so obtained is known as specific energy curve. അപ്പോൾ ഈ ഒരു കർവാണ് നമുക്ക് ആ ഒരു ഇക്വേഷനിൽ നിന്ന് E is equal to y plus v square by 2g എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു കർവ്. നമ്മൾ പറഞ്ഞു സ്പെസിഫിക് എനർജി മെയിൻ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഡെപ്ത് ഓഫ് ഫ്ലോയിലാണ്. ഡെപ്ത് ഓഫ് ഫ്ലോയിൻ്റെ ആ ഒരു ഫംഗ്ഷനിലാണ് സ്പെസിഫിക് എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഡെപ്ത് ഓഫ് ഫ്ലോ നമ്മൾ വൈ ആക്സിസിൽ വരച്ചു, വൈ ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ വരച്ചു. ദെൻ എക്സ് ആക്സിസിൽ സ്പെസിഫിക് എനർജി ഇ വരച്ചു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ വി സ്ക്വയർ ബൈ 2g കൈനറ്റിക് ഹെഡ് 0 ആയിട്ട് എടുക്കുകയാണ്. സോ ഇ ഈസ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഓക്കെ, ആ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ ഒരു ലൈൻ കാണിക്കുന്നത്. ഈ ഒരു ലൈൻ E1 സ്പെസിഫിക് എനർജി ഇ ഈസ് ഈക്വൽ ടു വൈ ആയി മാറി. ഓക്കെ, അതായത് ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, അതിൽ നമ്മൾ വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു വൈ ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ വരുന്ന ആ ഒരു ലൈനാണ് ഇ ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ ഇതിൽ എവിടെ എടുത്താലും ഇ എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ വൈ എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു ലൈൻ വരയ്ക്കുന്നത് ഇ ഈസ് ഈക്വൽ ടു വൈ. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷനിൽ നമ്മൾ y 0 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ E is equal to v square by 2g ആവും. y 0 കൊടുക്കുകയാണെങ്കിൽ E is equal to v square by 2g ആവും. E is equal to v square by 2gയുടെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. E is equal to v square by 2g. ഓക്കെ, അപ്പം ഈ രണ്ട് ഗ്രാഫും ഈ ഒരു ഗ്രാഫും കൂടെ ആഡ് ചെയ്ത് കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്ന ACB എന്ന് പറയുന്ന ഈ ഗ്രാഫ്. ഈ ഗ്രാഫിനെയാണ് നമ്മൾ ഒറ്റയ്ക്ക് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. ACB എന്ന് പറയുന്ന ഈ ഒരു കർവാണ് സ്പെസിഫിക് എനർജി കർവ്. ഓക്കെ, ആ ഒരു സ്പെസിഫിക് എനർജി കർവിൻ്റെ അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? E is equal to y plus v square by 2g. E is equal to വൈയുടെ ഡയഗ്രമാണ്, അതായത് ആ ഒരു ലൈൻ നമ്മൾ വരച്ചത് E is equal to വൈൻ്റെ ആണ്. ഈ രണ്ട് ഇതിലും എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും ഈയുടെ വാല്യൂ നമ്മൾ ഏതെടുത്താലും സെയിം തന്നെയായിരിക്കും വൈന് വരുന്നത്. E is equal to വൈ വരുന്ന ആ ഒരു ഗ്രാഫാണ് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഗ്രാഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് E is equal to നമ്മൾ വൈക്ക് 0 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ E is equal to v square by 2g ആവും. അപ്പോൾ വരുന്ന ഗ്രാഫാണ് ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രാഫ്. ഓക്കെ, ദെൻ ഈ രണ്ട് ഗ്രാഫും ഫസ്റ്റ് ഗ്രാഫും സെക്കൻഡ് ഗ്രാഫും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടും. അതായത് E is equal to y plus v square by 2g എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് ACB എന്ന് പറയുന്ന ആ ഒരു കർവ്. ആ കർവിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് എനർജി കർവ്. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് എനർജി കർവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ C എന്ന് പറയുന്ന പോയിൻ്റാണ് മാക്സിമം, അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തെ ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ്, ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് മിനിമം ആണ്. ഓക്കെ, മിനിമം സ്പെസിഫിക് എനർജിയാണ് ഈ C എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ വരുന്ന ആ ഒരു ഡെപ്തിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡെപ്ത് YC. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു C എന്നല്ലാതെ വേറെ ഏത് പോയിന്റിൽ എടുത്താലും ആ ഒരു പോയിന്റിൽ, അതായത് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എനർജി വരും. രണ്ട് എനർജി അല്ല, നമ്മൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു എനർജി നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു പോയിന്റിൽ നമ്മൾ എനർജി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഡെപ്ത് വരും. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് വരയ്ക്കുകയാണ്. അതായത് ഈ ഒരു പോയിന്റിൽ എനർജിയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് വരയ്ക്കുമ്പോൾ ഈ കർവിൽ ഈ ഒരു പോയിന്റിലും ടച്ച് ചെയ്യും, ഈ ഒരു പോയിന്റിലും ടച്ച് ചെയ്യും. ഓക്കെ, ആ ടച്ച് ചെയ്ത പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഡെപ്തിനെയാണ് ഓക്കെ, ഈ ഒരു ഡെപ്തിനെ നമ്മൾ y1 എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഡെപ്ത് y2. ഓക്കെ, ഈ y1 ആൻഡ് y2നെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ഡെപ്ത്. ഈ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഡെപ്തിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. ദെൻ സി എന്നുള്ള ഒരു പോയിന്റ് അല്ലാതെ വേറെ ഏത് പോയിന്റ്സിൽ നമ്മൾ എനർജി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഡെപ്ത് വരും. ഓക്കെ, ആ ഡെപ്തിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ഡെപ്ത്. ഓക്കെ, it can seen from the specific energy curve that there is one point C on the curve which has minimum specific energy. C എന്ന് പറയുന്ന പോയിന്റിലാണ് minimum specific energy, thereby indicating that below this value of specific energy the given discharge cannot occur. അതാണ് അതിൻ്റെ മാക്സിമം ആ ഒരു ലിമിറ്റ്. ആ ഒരു പോയിന്റിൽ നിന്നാണ് ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് 2 അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെന്ന് വെച്ചാലും അത് ആ ഒരു അങ്ങോട്ടേക്കാണ്, റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ബിലോ നമുക്ക് വാല്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൽ ബിലോ ദാറ്റ് പോയിന്റ് ഡിസ്ചാർജ് കനോട്ട് ഒക്യൂർ എന്നാണ്. ദ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് വിച്ച് ദ സ്പെസിഫിക് എനർജി ഈസ് മിനിമം കോൾഡ് ക്രിട്ടിക്കൽ ഡെപ്ത്. നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ്. സി എന്ന് പറയുന്ന പോയിന്റിന്റെ കറസ്പോണ്ടിങ് ഡെപ്തിനെ നമ്മൾ പറയുന്നതാണ് ക്രിട്ടിക്കൽ ഡെപ്ത്. സി എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ കറസ്പോണ്ടിങ് ഡെപ്തിനെ പറയുന്നതാണ് ക്രിട്ടിക്കൽ ഡെപ്ത്. നെക്സ്റ്റ്, ഫോർ എനി അതർ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി ദർ ആർ 2 പോസിബിൾ ഡെപ്ത്. അതിനാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡെപ്ത്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻലിസ്റ്റ് എനി 6 പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഏതെങ്കിലും 6 പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം ഹൈഡ്രോളിക് ജമ്പ് എന്താണ്? ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സഡൻ ആൻഡ് ടർബുലന്റ് പാസേജ് ഓഫ് വാട്ടർ ഫ്രം എ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ടു സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ടു സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. അതൊക്കെയുള്ള ഒരു ടർബുലൻ്റ് അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു വാട്ടറിൻ്റെ പാസേജിനെ പറയുന്നതാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ്. അതായത് സൂപ്പർ ക്രിട്ടിക്കലിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ ഫ്ലോയ്ക്കുള്ള ആ ഒരു സഡൻ ആയിട്ടുള്ള ഒരു വാട്ടറിൻ്റെ പാസേജ് സഡൻ ആണ്. ദെൻ നമുക്ക് സെയിം ടൈം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ടർബുലൻ്റ് ആണ്. ടർബുലൻ്റ് ആയിട്ടുള്ള ആ ഒരു പാസേജിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ മീൻസ് ഓഫ് ഡിസിപ്പേറ്റിംഗ് എക്സസ് എനർജി. ഹൈഡ്രോളിക് ജമ്പ് കാരണം നമുക്ക് എക്സസ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ടർ ഫ്ലോയിങ് ഓവർ സ്പിൽവേസ് ആൻഡ് അതർ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഓർ ത്രൂ സ്ലൂയിസസ് ആൻഡ് ദസ് പ്രിവെൻറ്റിംഗ് പോസിബിൾ ഇറോഷൻ. ഓക്കെ, ഇറോഷൻ നമുക്ക് അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സസ് എനർജി ഹൈഡ്രോളിക് ജമ്പ് കാരണം ഡിസിപ്പേറ്റ് ചെയ്യാണ്. ഓക്കെ, എക്സസ് ആയിട്ട് വരുന്ന എനർജി ഹൈഡ്രോളിക് ജമ്പ് കാരണം അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീമിൽ വരുന്ന ആ ഒരു ഡൗൺ സ്ട്രീമിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആ സ്ട്രക്ചേഴ്സിലൊക്കെ ഇറോഷൻ നമുക്ക് അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹൈഡ്രോളിക് ജമ്പ് കാരണം. ഓക്കെ, എക്സസ് ആയിട്ടുള്ള ആ ഒരു എനർജി നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇറ്റ് റേസസ് ദി വാട്ടർ ലെവൽ ഇൻ ദി ചാനൽസ് ഫോർ ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈഡ്രോളിക് ജമ്പ് കാരണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കത് ഇറിഗേഷൻ പർപ്പസിനൊക്കെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇറിഗേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഇൻക്രീസസ് ദി വെയിറ്റ് ഓൺ ആൻ ആപ്രോൺ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഡെപ്ത് ഓഫ് ഫ്ലോ. ഇൻക്രീസ്ഡ് ഡെപ്ത് ഓഫ് ഫ്ലോ കാരണം നമുക്ക് അവരെ ഹൈഡ്രോളിക് സ്ട്രക്ചറിൻ്റെ ആപ്രോണിൽ ഒരു വെയിറ്റ്, അതായത് നമ്മൾ ഓൾറെഡി ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാണ്. സോ അവിടെ ആക്ട് ചെയ്യുന്ന ആ ഒരു വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ഏപ്രോണിലെ അപ്ലിഫ്റ്റ് പ്രഷറിനെ നമുക്ക് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ ഫോർത്ത് വരുന്നത്, ഇറ്റ് ഇൻക്രീസസ് ദി ഡിസ്ചാർജ് ത്രൂ സ്ലൂയിസ് ബൈ ഹോൾഡിംഗ് ബാക്ക് ദി ടെയിൽ വാട്ടർ. ഓക്കെ, സ്ലൂയിസിൽ കൂടെയുള്ള ഡിസ്ചാർജ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ടെയിൽ വാട്ടറിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ലൂയിസിൽ കൂടെയുള്ള ഡിസ്ചാർജ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ മിക്സിംഗ് കെമിക്കൽസ് ഇൻ വാട്ടർ ആൻഡ് അതർ ലിക്വിഡ്സ് സിൻസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് തറോ മിക്സിംഗ് ഡ്യൂ ടു ടർബുലൻസ്. ഹൈഡ്രോളിക് ജമ്പ് കാരണം ഒരു ടർബുലൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ആ ഒരു ടർബുലൻസ് കാരണം നമുക്ക് തറോ മിക്സിങ് എളുപ്പമായിരിക്കും. കെമിക്കൽസ് ഇൻ വാട്ടർ ഓർ അതർ ലിക്വിഡ്സ് നമുക്ക് ഈസിലി അതിനെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും ഹൈഡ്രോളിക് ജമ്പ് കാരണം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബിയിൽ വരുന്ന ഫസ്റ്റ് 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
A rectangular channel 7.5 meter wide has a uniform depth of flow of 2 meter. Okay, നമുക്ക് അതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 7.5 മീറ്റർ. ദെൻ ഡെപ്ത് ഓഫ് ഫ്ലോ 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഹാസ് എ ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട് 1/3000 ആണ് ബെഡ് സ്ലോപ്പ്. If due to weir constructed at the downstream end of the channel, water surface at this section is raised by 0.75 meter. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കൊരു ഡെപ്ത് ഓഫ് ഫ്ലോ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തത് കാരണം ഡെപ്ത് ഓഫ് സെക്ഷൻ വാട്ടർ സർഫസ് അറ്റ് ദി സെക്ഷൻ ഈസ് റേസ്ഡ് ടു 0.75 മീറ്റർ ആണ്. ബൈ 0.75 മീറ്റർ 0.75 മീറ്റർ എക്സ്ട്രാ റൈസ് ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിൻ ദി വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ഓക്കെ, നമ്മൾ dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബോട്ടം ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അസ്യൂം ദി മാനിങ്സ് n 0.02. മാനിങ്സ് n-ന് 0.02 വാല്യൂ അസ്യൂം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ വരുന്നത് ഗീവ് ദി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു ഡിറ്റർമിൻ ദി ലെങ്ത് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡിൻ്റെ ആ ഒരു വാട്ടർ സർഫസ് പ്രൊഫൈലിൻ്റെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് അല്ല, ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ആ ഒരു ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗീവ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ആ ഒരു പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 6 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പാർട്ട് ബിയിൽ തന്നെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ 20A ആണ്. 20ൻ്റെ എ ക്വസ്റ്റ്യൻ വരുന്നത് ദ ഡിസ്ചാർജ് ത്രൂ എ 3 meter വൈഡ് റെക്ടാങ്കുലർ ചാനൽ ഈസ് 12 meter cube per second. ഓക്കെ, ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്. വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് 2 meter, വൈയും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് എനർജി, ക്രിട്ടിക്കൽ ഡെപ്ത്, മിനിമം സ്പെസിഫിക് എനർജി, ഫ്രൂട്ട്സ് നമ്പർ. ഓൾസോ കമൻറ്റ് ഓൺ ദി നേച്ചർ ഓഫ് ഫ്ലോ, വെദർ സബ് ക്രിട്ടിക്കൽ ഓർ സൂപ്പർ ക്രിട്ടിക്കൽ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻസിൽ സ്പെസിഫിക് എനർജിയുടെ, ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ, മിനിമം സ്പെസിഫിക് എനർജി, ഫ്രൂട്ട്സ് നമ്പർ, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമുക്കറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനുള്ളൂ. ഓക്കെ, ദെൻ 20th ബി ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് എ ഹൈഡ്രോളിക് ജമ്പ് വിത്ത് നീറ്റ് സ്കെച്ചസ് എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ഹൈഡ്രോളിക് ജമ്പ് എന്താന്ന് പറയണം, ദെൻ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19th എ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 19th എ ക്വസ്റ്റ്യൻ വരുന്നത് എ റെക്ടാങ്കുലർ ചാനൽ 7.5 meter വൈഡ്. 7.5 meter വൈഡ് എന്ന് പറയുമ്പോൾ ബി ഈസ് ഈക്വൽ ടു 7.5 meter ആണ്. 7.5 meter ആണ്. ദെൻ യൂണിഫോം ഡെപ്ത് ഓഫ് ഫ്ലോ ഓഫ് 2 meter. y ഈസ് ഈക്വൽ ടു 2 meter ആൻഡ് ഹാസ് എ ബെഡ് സ്ലോപ്പ് ഓഫ് 1/3000. ഓക്കെ, അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 1/3000. If due to weir constructed at the downstream end of the channel, water surface at the section is raised by 0.75 meter. Okay, 0.75 meter റൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. വിയർ കൺസ്ട്രക്ട് ചെയ്ത കാരണം 0.75 meter റൈസ് ചെയ്തു. ഡിറ്റർമിൻ ദി വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ അറ്റ് ദിസ് സെക്ഷൻ. ഓക്കെ, വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ SWൻ്റെ ഇക്വേഷൻ വരുന്നത് S0 മൈനസ് dy/dx ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരും. വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ dy/dx ആണോ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒരു ഡൗട്ട് തോന്നാവുന്നതാണ്. ബട്ട് വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബോട്ടം ആണ് dy/dx. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് SW ഈസ് ഈക്വൽ ടു S0 മൈനസ് dy/dx ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ SW ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം S0 മൈനസ് dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ dy/dxൻ്റെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. dy/dx ഈസ് ഈക്വൽ ടു S0 മൈനസ് SF ഡിവൈഡഡ് ബൈ 1 മൈനസ് Q² T/GAQ. ഓക്കെ, അപ്പോൾ അതാണ് dy/dxൻ്റെ ഇക്വേഷൻ. ആ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ
dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ആ dy/dx ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാദ്യം ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിഗറിൽ നിന്നാണ് ESW is equal to S0 minus dy/dx എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതാണ് വാട്ടർ സർഫസ് എന്ന് വിചാരിക്കാം. ഓക്കെ, വാട്ടർ സർഫസിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. ദെൻ വാട്ടർ സർഫസ് ബോട്ടത്തിൻ്റെ സ്ലോപ്പ് വരുന്നത് S0 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ, അതായത് ഇങ്ങനെ മേക്ക് ചെയ്യുന്ന ഈ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന വാട്ടർ സർഫസ് സ്ലോപ്പാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് സൈൻ ആൽഫ സ്ലോപ്പ് അല്ലേ, സൈൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പോൾ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് BD ആണ്. ഓക്കെ, BD ഡിവൈഡഡ് ബൈ AB. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു BD/BA. അതിൽ BD എന്ന് പറയുന്നത് CD മൈനസ് CB ആണ്. ഓക്കെ, CD മൈനസ് CB ഡിവൈഡഡ് ബൈ BA ആണ്. സോ അതിൽ നിന്ന് CD/BA മൈനസ് CB/BA എന്ന് എഴുതുമ്പോൾ CD/BA എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു CD/BA ആണ് വരിക. ഓക്കെ, അപ്പോൾ അത് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CD/BA ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഓക്കെ, ഈ സൈൻ തീറ്റയുടെ വാല്യൂ തന്നെയാണ് സെയിം. ഓക്കെ, ഈ ഒരു ആംഗിളും തീറ്റ തന്നെയാണ് വരിക. സർഫസ് സ്ലോപ്പ് നമ്മുടെ ചാനൽ ബോട്ടമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോട്ടം സ്ലോപ്പ് എന്ന് പറയുന്നത് S0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൈൻ തീറ്റയുടെ വാല്യൂ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S0 എന്ന് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ CD/BA വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു S0 എന്നാണ്. ദെൻ CD/BA എന്ന് പറയുന്നത് dy/dx ആണ്. dy/dx എന്ന് പറയുമ്പോൾ ആ ഒരു വാട്ടർ സർഫസിൻ്റെ സ്ലോപ്പാണ്. CD/BA എന്ന് പറയുമ്പോൾ ആ ഒരു വാട്ടർ സർഫസിൻ്റെ സ്ലോപ്പാണ് വരുന്നത് dy/dx. സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം ഇതാണ് dx വരുന്നത്. dy എന്ന് പറയുമ്പോൾ ഈ ഒരു ഡെപ്ത് ആണ് dy എന്ന് പറയുന്നത്. വാട്ടർ സർഫസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ചാനൽ ബോട്ടം നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് dy/dx എന്ന് പറയുന്നത് വാട്ടർ സർഫസിന്റെ സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബോട്ടം ആണ്. ഓക്കെ, അപ്പോൾ dy/dx എന്ന് പറയുന്നത് CB/BAക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ഫൈനലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഈ S0യും dy/dxഉം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് S0 മൈനസ് dy/dx എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതിൻ്റെ ഇക്വേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സർഫസ് പ്രൊഫൈൽ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടലിൻ്റെ ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. അതായത് റൈസ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ഫോൾ ചെയ്യുമ്പോൾ സിമിലർലി വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഇക്വേഷനാണ്. ഇതൊന്നും നമ്മൾ നോക്കണമെന്നില്ല, ജസ്റ്റ് ഇത് എങ്ങനെ വന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. വാട്ടർ സർഫസ് പ്രൊഫൈൽ സ്ലോപ്പ് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആയിട്ട് സർഫസ് പ്രൊഫൈൽ മേക്ക് ചെയ്യുന്ന ആ ഒരു സ്ലോപ്പ് എന്താണ്? ഓക്കെ, അതാണ് SW എന്ന് പറയുന്നത്. SW ഈസ് ഈക്വൽ ടു S0 മൈനസ് dy/dx. S0 എന്ന് പറയുന്നത് ചാനലിൻ്റെ ബോട്ടത്തിൽ വരുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ S0 എന്ന് പറയുന്നത്. ഓക്കെ, S0 മൈനസ് dy/dx. dy/dx എന്ന് പറയുന്നത് വാട്ടർ സർഫസ് സ്ലോപ്പ് ഓഫ് വാട്ടർ സർഫസ് വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബോട്ടത്തിൻ്റെ ആ ഒരു ലെങ്ത് ആണ് dx എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ സർഫസിൻ്റെ സ്ലോപ്പ് തന്നെയാണ് സെയിം. നമ്മളത് ചോദിച്ചിരിക്കുന്നതും വാട്ടർ സർഫസ് സ്ലോപ്പ് തന്നെയാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ്, ഇത് വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബോട്ടം ആണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ആണ് രണ്ടിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് SW ഈസ് ഈക്വൽ ടു S0 മൈനസ് dy/dx ആണ്. ഓക്കെ, അപ്പോൾ അതിൽ dy/dx നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ dy/dx ഈസ് ഈക്വൽ ടു S0 മൈനസ് SF ഡിവൈഡഡ് ബൈ 1 മൈനസ് Q സ്ക്വയർ T/GA³. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അറിയാത്തത് Q ആണ്, നമുക്കിതിൽ അറിയാത്ത ഒരു വാല്യൂ ഉള്ളത്. സോ നമുക്ക് ആദ്യം Q ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ Q ഫൈൻഡ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു 1/n. മാനിങ്സ് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
നമുക്ക് ക്വസ്റ്റ്യനിൽ മാനിങ്സ് കോഎഫിഷ്യന്റ് n തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡിസ്ചാർജ് കാണാൻ വേണ്ടിയിട്ട് മാനിങ്സ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1/n ഇൻറ്റു AR⁴2/3 S0⁴1/2. ഓക്കെ, അപ്പോൾ അതിൽ n-ൻ്റെ വാല്യൂ 0.02 ആണ്. ദെൻ നെക്സ്റ്റ് ഏരിയ ഈസ് ഈക്വൽ ടു B ഇൻറ്റു Y ആണ്. ഓക്കെ, നമുക്കിതിൽ ബ്രെഡ്ത്ത് കിട്ടിയിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 7.5ഉം ഡെപ്ത് 2 മീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ 7.5 ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, അപ്പോൾ 7.5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം 15 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ടേം R ആണ്. ഓക്കെ, ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ഇക്വേഷൻ വരുന്നത് R ഇസ് ഈക്വൽ ടു A/P ആണ്. ഓക്കെ, അതിൽ ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി പെരിമീറ്റർ, ഒരു റെക്ടാങ്കുലറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ P ഇസ് ഈക്വൽ ടു B + 2y ആണ്. B ഇസ് ഈക്വൽ ടു 7.5 ആണ്. 7.5 + 2 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ 7.5 + 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക 11. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക 11.5. ഓക്കെ, 11.5 മീറ്റർ ആണ് കിട്ടുക. സോ ഹൈഡ്രോളിക് റേഡിയസ് ഇസ് ഈക്വൽ ടു A/P 15/11.5. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ആൻസർ കിട്ടാം 1.304 മീറ്റർ. ഓക്കെ, നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഹൈഡ്രോളിക് റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി S0ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/3000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്ചാർജിൻ്റെ ആൻസർ കിട്ടുക 1/n എന്ന് പറയുന്നത് 0.02 ആണ്. ഇൻറ്റു ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 15 മീറ്റർ സ്ക്വയർ ആണ്. ഇൻറ്റു ഹൈഡ്രോളിക് റേഡിയസ് 1.304. ഹൈഡ്രോളിക് റേഡിയസ് R⁴2/3 ആണ്. ഓക്കെ, അപ്പോൾ 1.304⁴2/3 ഇൻറ്റു S0⁴1/2. ഓക്കെ, അപ്പോൾ 1/3000⁴1/2. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ഡിസ്ചാർജ് വരുന്നത് Q is equal to 16.35 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, യൂണിറ്റ് എല്ലാം കറക്റ്റായിട്ട് എഴുതണം. ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഫൈനലി ഡിസ്ചാർജിൻ്റെ ആൻസർ വരുന്നത് 16.35 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് dy/dxൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇനി ഇതിൽ റിമൈനിങ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് SF ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ SF ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മാനിങ്സ് ഇക്വേഷൻ ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/n R⁴2/3 S⁴1/2. ഓക്കെ, മാനിങ്സ് ഇക്വേഷൻ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള മാനിങ്സ് ഇക്വേഷൻ ആണിത്. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമ്മൾ SF, ഓക്കെ, ഈ SF-ൻ്റെ ടേമിനെ മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ SF⁴1/2 ഈസ് ഈക്വൽ ടു, ഓക്കെ, SF⁴1/2 ഈസ് ഈക്വൽ ടു V ഇൻറ്റു N ഡിവൈഡഡ് ബൈ R⁴2/3. ഓക്കെ, SF⁴1/2നെ മാത്രം അവിടെ നിർത്തി റിമൈനിങ് ടേംസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ 1/n ആയിരുന്നു. സോ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ V ഇൻറ്റു N ഡിവൈഡഡ് ബൈ R⁴2/3 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ R⁴2/3. ഓക്കെ, അപ്പോൾ SF⁴1/2ൻ്റെ ഇക്വേഷൻ ആണ് VN ഡിവൈഡഡ് ബൈ R⁴2/3. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് SF ആണ്. ഓക്കെ, അപ്പോൾ SF⁴1/2നെ നമ്മൾ സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും SF⁴1/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ SF⁴2/2. സോ 2 2 ക്യാൻസൽ ആയിപ്പോയി. ദെൻ SF ആണ് വരാം. ഓക്കെ, അപ്പോൾ SF⁴1/2 നമ്മൾ SF-നെ സ്ക്വയർ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1/2 ക്യാൻസലായി പോകാനാണ് നമ്മൾ സ്ക്വയർ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ടേമിനും ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് മാത്രം സ്ക്വയർ ചെയ്യാൻ പറ്റില്ല, ഈക്വലി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം SF is equal to, ഇവിടെ ടോട്ടലി സ്ക്വയർ ചെയ്യുമ്പോൾ V² N² ഡിവൈഡഡ് ബൈ R⁴2/3നെ സ്ക്വയർ ചെയ്യുമ്പോൾ R⁴2/3 സ്ക്വയർ എന്ന് പറയുമ്പോൾ R⁴2/3 ഇൻറ്റു 2 ആണ്. സോ R⁴4/3. ഓക്കെ, അപ്പോൾ R⁴4/3. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം ഇക്വേഷൻ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ വന്നത് ഇങ്ങനെയാണ്. മാനിങ്സ് ഇക്വേഷൻ്റെ വെലോസിറ്റിയുടെ മാനിങ്സ് ഇക്വേഷൻ എടുത്ത് നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് ഈ ഒരു ഇക്വേഷൻ. SF is equal to N² V²
ഡിവൈഡഡ് ബൈ r⁴/3 എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇക്വേഷനിൽ നമുക്ക് ഇനി അറിയാത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെലോസിറ്റി നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം വൈയിലാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് SF-ൻ്റെ ആണ്, എനർജി സ്ലോപ്പിൻ്റെ ടോട്ടൽ എനർജിയുടെ സ്ലോപ്പിൻ്റെ ടേമാണ് SF എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു y ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന്. y റേസ്ഡ് ബൈ 0.75 മീറ്റർ എന്ന് പറയുന്നത് ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തത് കാരണം ചാനലിൻ്റെ ഡൗൺ സ്ട്രീം എൻഡിൽ വാട്ടർ സർഫസ് സെക്ഷൻ ഈസ് റേസ്ഡ് ബൈ 0.75 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്നത് 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ റേസ്ഡ് ബൈ 0.75 മീറ്റർ എന്ന് പറയുമ്പോൾ 2 + 0.75 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 2 + 0.75 എന്ന് പറഞ്ഞാൽ 2.75 മീറ്റർ ആണ് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ എനർജി കർവാണ്, ടോട്ടൽ എനർജിയുടെ സ്ലോപ്പാണ് SF എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ വരുന്നതാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് 2 + 0.75 ആണ്. സോ 2.75. ഓക്കെ, അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് y നമുക്ക് 2.75 എന്ന് കിട്ടി. ഓക്കെ, y 2.75 മീറ്റർ, ഡിസ്ചാർജ് 16.35 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് നമ്മൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 16.35 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, ബ്രെഡ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7.5 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, 7.5 ഇൻറ്റു 2.75. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി വരുന്നത് 0.793 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് r⁴/3 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്ത r, ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത r എന്ന് പറയുന്നത് ഏരിയ നമ്മൾ b × y എടുത്തത് 7.5 × 2 ആയിരുന്നു. ഓക്കെ, അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ അല്ല നമ്മൾ എടുത്തേക്കുന്നത്, മുമ്പ് ഉണ്ടായിരുന്ന വാല്യൂ ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ SF ആണ്, ടോട്ടൽ എനർജിയുടെ സ്ലോപ്പാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഒരു r ഹൈഡ്രോളിക് റേഡിയസിൻ്റെ വാല്യൂ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നിന്ന് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ r = A/P ആണ്. A/P എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 × 2.75 ഡിവൈഡഡ് ബൈ പെരിമീറ്റർ B + 2y. ഓക്കെ, അപ്പോൾ B എന്ന് പറയുന്നത് 7.5, 2y 2 × 2.75. ഓക്കെ, അപ്പോൾ നമ്മളിത് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമുക്ക് ആൻസർ കിട്ടുക 1.5865 മീറ്റർ. ഓക്കെ, നമുക്കിനി ഇതിലിപ്പോൾ SF-ൻ്റെ ഇക്വേഷനിൽ നമുക്കിപ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് SF = എന്നിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് 0.02 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.02 സ്ക്വയർ ഇൻറ്റു ബിയുടെ വാല്യൂ 0.793 ആണ്. ഓക്കെ, 0.793 സ്ക്വയർ ഡിവൈഡഡ് ബൈ r⁴/3. r⁴/3 ആണ്. ആറിൻ്റെ വാല്യൂ 1.865 ആണ്. ഓക്കെ, അപ്പോൾ 1.5865 1.5865 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ SF-ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഫൈനലി SF-ൻ്റെ വാല്യൂ വരാം 1.359 × 10⁻⁻⁴ ആണ്. ഓക്കെ, ഇത് ടോട്ടൽ എനർജി ലൈൻ്റെ സ്ലോപ്പാണ് 1.359 × 10⁻⁻⁴. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു, SF ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് S0 നമുക്കറിയാം, SF നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, Q² നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്, ദെൻ A³ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ദെൻ ഈ വാല്യൂസ് മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, dy/dx = S0 എന്ന് പറയുന്നത് 1/3000 ആണ്, മൈനസ് SF എന്ന് പറയുന്നത് 1.359 × 10⁻⁻⁴ ഓക്കെ, ഡിവൈഡഡ് ബൈ 1 മൈനസ് Q നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 16.35. ഓക്കെ, 16.35 സ്ക്വയർ ഇൻറ്റു ടോപ്പ് വിഡ്ത്ത് T എന്ന് പറയുന്നത്
ടോപ്പ് വിഡ്ത്ത് ടി എന്ന് പറയുന്നത് സെയിം വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ വിഡ്ത്ത് വരുന്നത് 7.5 ആണ്. ഓക്കെ, 7.5 ഡിവൈഡഡ് ബൈ ജി 9.81 ആണ്. ദെൻ ഏരിയ. ഓക്കെ, ഏരിയ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 7.5 ഇൻറ്റു 2.75 ചെയ്യുമ്പോൾ, ഓക്കെ 2.75 ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. അതിൻ്റെ ഹോൾ ക്യൂബ് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി dy/dx കിട്ടും. അതായത് വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബോട്ടം, അതാണ് dy/dx. അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവാം ഓക്കെ 2.021 ഇൻറ്റു 10⁻⁻⁴ ആണ് dy/dxൻ്റെ ആൻസർ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ്. അതായത് SW ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. S0 മൈനസ് dy/dx ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മൾ SW ഈസ് ഈക്വൽ ടു S0 എന്ന് പറയുമ്പോൾ 1/3000 ആണ്. മൈനസ് dy/dxൻ്റെ വാല്യൂ വന്നത് 2.021 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1.312 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനലി ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളടുത്ത് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനിൽ വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഈ ഒരു ടേമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് SW ഈസ് ഈക്വൽ ടു S0 മൈനസ് dy/dx ആണ്. ഓക്കെ, ദെൻ നമ്മൾ ക്വസ്റ്റ്യനിലെ ഗിവൺ എല്ലാം എടുത്ത് എഴുതി, ഗിവൺ ഉള്ളത് എഴുതി കഴിഞ്ഞാൽ നമുക്കിനി ഈ ഒരു ഇക്വേഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് dy/dx ആണ്. S0 നമുക്കറിയാം, ബെഡ് സ്ലോപ്പ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1/3000 ആണ്. ഓക്കെ, ദെൻ dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ S0 മൈനസ് SF ബൈ 1 മൈനസ് Q² T/GA³. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇതാ ഇക്വേഷൻ എങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/n AR⁻²3 S0 1/2 നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏരിയ നമുക്ക് 15, ദെൻ പെരിമീറ്റർ 11.5 വന്നു. ദെൻ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ആൻസർ വരുന്നത് 1.304. ദെൻ S0ൻ്റെ വാല്യൂ നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യൂവിൻ്റെ ആൻസർ കിട്ടുന്നത് 16.35 m³/s. ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ ആൻസർ കിട്ടി. ഈ ഒരു ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ആ ഒരു y യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു y യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ ആ ഒരു dy/dxൻ്റെ ആ ഒരു ഇക്വേഷനിൽ റിമൈനിങ് ടേം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് SF ആണ്. ഓക്കെ, അപ്പോൾ SFൻ്റെ ഇക്വേഷൻ വരുന്നത് n² v² ഡിവൈഡഡ് ബൈ R⁻⁴/3 ആണ്. ഓക്കെ, അപ്പോൾ അതിലെ v² നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ v²ൽ v ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ SF ആണ്, ടോട്ടൽ എനർജി സ്ലോപ്പ് ആണ്. സോ R എന്ന് പറയുമ്പോൾ അതിലെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പുതിയതായിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു ഏരിയ ആണ്. ഏരിയ അല്ല, ആ ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു 2 ആണ്, ദെൻ 0.75 മീറ്റർ റൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള 2.75 മീറ്റർ ആണ് നമ്മളിവിടെ വിയിലും ആറിലും ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏരിയയിൽ നമ്മൾ ആ ഒരു y എടുക്കുമ്പോൾ 2.75 എടുക്കണം. ഓക്കെ, അപ്പോൾ v ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നമ്മൾ ഹൈഡ്രോളിക് റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് SFൻ്റെ ആൻസർ വരുന്നത് 1.359 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, അപ്പോൾ SF ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി റിമൈനിങ് ഇതിലൊരു T ഉണ്ട്. T എന്ന് പറയുന്നത് ടോപ്പ് വിഡ്ത്ത് ആണ്. ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ റെക്ടാങ്കുലർ ആയതുകൊണ്ട് വിഡ്ത്ത് ഓഫ് ചാനൽ തന്നെയാണ് ടോപ്പ് വിഡ്ത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ 7.5 തന്നെയാണ് ടോപ്പ് വിഡ്ത്തിന് T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദെൻ ഫൈനലി നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ dy/dx കിട്ടും. ഓക്കെ, dy/dx കിട്ടും. dy/dxൻ്റെ ആൻസർ 2.021 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, dy/dx കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് SWൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഫൈനലി നമുക്ക് വാട്ടർ സർഫസ് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടലിൻ്റെ ആൻസർ കിട്ടും. അതായത് 1.312 ഇൻറ്റു 10⁻⁻⁴ ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വെച്ചിരിക്കും ഗീവ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു ഡിറ്റർമിൻ ദി ലെങ്ത് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽ
വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാട്ടർ സർഫസ് പ്രൊഫൈലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് ഓഫൺ റിക്വയർഡ് ടു ഡിറ്റർമിൻ ദി ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ദി സർഫസ് പ്രൊഫൈൽ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ എക്സ്റ്റെൻസ്. ഓക്കെ, ആ ഗ്രാജുവലി വേരിഡ് ഫ്ലോ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു ലെങ്ത് എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പല കേസസിലും നമുക്ക് ആവശ്യം വരും. അതായത് ഇതിൻ്റെ ആ ഒരു എവിടെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യം വരുന്നതെന്ന് അറിയാനാണ്. അതായത് വാട്ടർ സർഫസ് പ്രൊഫൈൽ നമ്മൾ എവിടെയാണ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതായത് ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ഒക്കെ കേസിൽ. ഓക്കെ, ഇതൊരു സെക്ഷൻ എടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ആ ഒരു സെക്ഷനിൽ വാട്ടർ സർഫസിൻ്റെ എത്ര ലെങ്ത്തിലാണ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ആ ലെങ്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ യൂസ് വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് എ വയർ ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ഹാവിംഗ് എ മൈൽഡ് സ്ലോപ്പ്, then it may be required to estimate the distance on the upstream side up to which the effect of resulting m1. മൈൽഡ് സ്ലോപ്പ് ആണെങ്കിൽ അവിടുത്തെ ആ ഒരു m1 സ്ലോപ്പ് വരുന്നതിൻ്റെ മൈൽഡ് സ്ലോപ്പാണ്. സോ നമ്മൾ m1 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ എത്രത്തോളം ആ ഒരു ലെങ്ത് എങ്ങനെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു മാത്രം. ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദിസ് ടൈപ്പ് ഇറ്റ് ഈസ് നെസസറി ടു ഇൻറ്റഗ്രേറ്റ് ദി ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ഡൈനാമിക് ഇക്വേഷൻ എന്ന് പറയുന്നത് dy by dx is equal to S0 minus SF divided by 1 minus Q square T by GA cube. ഓക്കെ, അതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നാലും നമ്മളതിൽ ലാസ്റ്റ് ഈ ഡൈനാമിക് ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയായാലും അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് സ്റ്റെപ്പ് മെത്തേഡ്, ദെൻ ഗ്രാഫിക്കൽ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, ദെൻ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, അങ്ങനെ 3 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുള്ളൂ. എക്സാമിന് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് തൊട്ട് എഴുതിയാൽ മതിയാവും. ഇങ്ങനെ ഒരു വാട്ടർ സർഫസ് പ്രൊഫൈൽ തന്ന് ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ഒക്കെ ആണെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസിലാണ് ആ ഗ്രാജുവലി വേരിഡ് ഫ്ലോ ഉണ്ടായിരിക്കുന്നതെന്നൊക്കെയുള്ള ആ ഒരു കണ്ടീഷനിലൊക്കെയാണ് നമുക്ക് ആ ഒരു ലെങ്ത് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരണത്. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ആ ഒരു ഇക്വേഷൻ ഡൈനാമിക് ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ്. സ്റ്റെപ്പ് മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡും ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡും. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് മെത്തേഡ് ഓർ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ നോക്കാം. സ്റ്റെപ്പ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആ ഒരു റീച്ച്, ആ ഒരു ചാനലിൻ്റെ ആ ഒരു റീച്ചിനെ നമ്മൾ ചെറിയ പോർഷൻസ് ആയിട്ട്, അതായത് ഡിവൈഡഡ് ഇൻ ടു ഷോർട്ട് റീച്ചസ്, ചെറിയ ഓരോ ഷോർട്ട് റീച്ചസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ടോട്ടൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൊത്തം ആ ഒരു ഡൈനാമിക് ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ കമ്പ്യൂട്ടേഷൻസ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ കമ്പ്യൂട്ടേഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഈസ് carried out step by step from one end of a reach to the other. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തം ആ ഒരു റീച്ചിനെ ഷോർട്ട് റീച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് വൺ എൻഡ് ഓഫ് ദി റീച്ച് ടു അതറിലേക്ക് നമ്മൾ അങ്ങനെ, അതായത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് മൊത്തം ആ ഒരു റീച്ചിനെ സ്മോൾ റീച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഷോർട്ട് റീച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ വൺ സൈഡിൽ നിന്ന് അതർ സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ ഇലസ്ട്രേറ്റ്. ഓക്കെ, ഈ ഒരു ഫിഗർ കാണിക്കുന്നത് ചാനൽ റീച്ച് ഓഫ് ലെങ്ത് DX. ആ ഒരു ചാനലിൻ്റെ റീച്ചിൻ്റെ ലെങ്ത് വരുന്നത് DX ആണ്. Then which is a sufficiently small reach so that in this reach the surface profile may be approximated by a straight line. ചെറിയ ഷോർട്ട് റീച്ചസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മൾ അതിനെ നമുക്ക് ആ ഒരു ചാനലിൻ്റെ ബോട്ടത്തിനല്ല സർഫസ് പ്രൊഫൈലിനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടോട്ടൽ എനർജി നോക്കുകയാണെങ്കിൽ S0 dx പ്ലസ് y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g, അതാണ് ടോട്ടൽ എനർജിയുടെ ഈ ഒരു ഇക്വേഷൻ വരാം. ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഈ ഒരു സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് സെക്ഷൻ 1 എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് S0 dx, അതായത് ഇതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ ആ ഒരു ചാനലിൻ്റെ അതിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇതാണ് ഡാറ്റം ഹെഡ് എടുക്കുന്നത്. ഡാറ്റം ഹെഡ് എടുക്കുമ്പോൾ S0 പ്ലസ് dx പ്ലസ് y1 പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് v1 സ്ക്വയർ ബൈ 2g.
ഓക്കെ, അപ്പോൾ ഇവിടെ S0 dx പ്ലസ് y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g വിച്ച് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് സൈഡിൽ സെക്കൻഡ് സെക്ഷൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് y2 പ്ലസ് v2 സ്ക്വയർ ബൈ 2g പ്ലസ് SF dx. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് വരുന്നത് SF ആണ്. ഓക്കെ, dx ഡിസ്റ്റൻസിലാണ്, ദെൻ SF dx ആണ് ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ S0 ആണ് ഇതിൻ്റെ സ്ലോപ്പ്, ദെൻ dx നമ്മൾ ഹൊറിസോണ്ടൽ എടുത്തു, ദെൻ S0 ഇൻറ്റു dx ആണ് നമുക്ക് ഈ ഒരു ഡെപ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ S0 dx പ്ലസ് y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g ഫസ്റ്റ് സെക്ഷനിലെ ടോട്ടൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡ് സെക്ഷനിലെ ടോട്ടൽ എനർജി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷനാണ്. സ്പെസിഫിക് എനർജി E is equal to y1 plus v1 square by 2g ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ E1 is equal to y1 plus v1 square by 2g and E2 is equal to y2 plus v2 square by 2g. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇനി മാറും, അതായത് E1 E2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ S0 dx പ്ലസ് E1 is equal to E2 plus SF dx now. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ മാറ്റി എഴുതിയതാണ് ഇവിടെ കാണുന്ന S0 dx പ്ലസ് E1 ഇസ് ഈക്വൽ ടു E2 പ്ലസ് SF dx. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ dx കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ SF dx എന്നുള്ള ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ഇക്വേഷൻ S0 dx മൈനസ് SF dx എന്നാവും. ഓക്കെ, S0 dx minus SF dx is equal to E2 minus E1 now. ഓക്കെ, അപ്പോൾ ഇതിൽ dx ആണ് കോമൺ, സോ S0 മൈനസ് SF ഇൻറ്റു dx is equal to E2 minus E1. So dx is equal to E2 minus E1 divided by S0 minus SF. ഓക്കെ, അപ്പോൾ dxൻ്റെ ഇക്വേഷൻ വരുന്നത് E2 minus E1 divided by S0 minus SF എന്നാണ്. ഓക്കെ, ഇതാണ് E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ S0 മൈനസ് SF എന്നാണ് dxൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ E2 മൈനസ് E1 എന്നുള്ളത് നമുക്ക് ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ എനർജി, സ്പെസിഫിക് എനർജിയുടെ ചേഞ്ച് ഡെൽറ്റ ഇ എന്ന് നമുക്ക് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ ഇ ബൈ S0 മൈനസ് SF. നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ dx ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ S0 മൈനസ് SF എന്നാണ്. ഓക്കെ, ഡെൽറ്റ ഇ റെപ്രസെൻറ്റ് ദി ചേഞ്ച് ഇൻ സ്പെസിഫിക് എനർജി. E1 E2 എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷനിൽ വരുന്ന സ്പെസിഫിക് എനർജിയാണ്, E1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന സ്പെസിഫിക് എനർജിയാണ്. സോ ഡെൽറ്റ ഇ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേഞ്ച് ആണ് E2 മൈനസ് E1 ആണ്. സോ സെക്കൻഡ് സെക്ഷനിലെ സ്പെസിഫിക് എനർജി മൈനസ് ഫസ്റ്റ് സെക്ഷനിലെ സ്പെസിഫിക് എനർജി, സോ ചേഞ്ച് ഇൻ സ്പെസിഫിക് എനർജിയാണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ഓക്കെ, ദ മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. Okay, for the computation of length x of the surface profile, the various quantities that should be known are discharge q, channel shape, bottom slope S0. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ആവശ്യം വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് Q നമുക്ക് ആവശ്യം വരുന്നുണ്ട്, ദെൻ ബോട്ടം സ്ലോപ്പ് വേണം, ദെൻ മാനിങ്സ് അല്ലെങ്കിൽ ചെസീസ് കോൺസ്റ്റൻറ്റ്, അതിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ N അല്ലെങ്കിൽ ചെസീസ് കോൺസ്റ്റൻറ്റ് C നമുക്ക് അറിയണം. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാനുള്ളത് ഡെപ്ത് ഓഫ് ഫ്ലോ നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാം. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ dx is equal to ഡെൽറ്റ ഇ എന്ന് പറയുന്നത് E2 മൈനസ് E1 ആണ്. സോ E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ S0 മൈനസ് SF. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് S0 SF അറിയണം. ഇതിൽ SF എന്ന് പറയുമ്പോൾ SF1 പ്ലസ് SF2ൻ്റെ രണ്ടിൻ്റെയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഡെപ്ത് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഗ്രാജുവലി വേരിയഡ് ഫ്ലോൻ്റെ ഇവിടെ ഒരു ഡെപ്തും ഓക്കെ y1ഉം y2ഉം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഡെപ്തുകൾ തമ്മിലുള്ള ആ ഒരു റീച്ചിൻ്റെ ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഓക്കെ നമ്മുടെ ഇക്വേഷൻ അതാണ്. എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ S0 മൈനസ് SF ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് സുഖമായിട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് y ആണ്. ഓക്കെ, y വെച്ചിട്ട് 2 y ഉണ്ടായിരിക്കും, y1ഉം y2ഉം ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റത്തെ സെക്ഷനിലെ y1 ആണ്, സെക്കൻഡ് സെക്ഷനിലെ y2 ആണ്. ഓക്കെ, അപ്പോൾ y1ഉം y2ഉം ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ഏരിയ രണ്ടിനെയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിമിലർലി അതിൻ്റെ ഹൈഡ്രോളിക് റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ വിയുടെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു 1/n r⁻²/3 s⁻1/2. ഓക്കെ, അപ്പോൾ അതിൽ ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പ് നമുക്ക് അറിയണം. ദെൻ ഹൈഡ്രോളിക് റേഡിയസ് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് v²/2g ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ y + v²/2g ആണ്. ഓക്കെ, y നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് സെക്ഷനിലെ y നമുക്കറിയാം, സെക്കൻഡ് സെക്ഷനിലെ y നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ y1 പ്ലസ് ഈ ഒരു v²/2g ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് എനർജി കിട്ടും. ഓക്കെ, ഫസ്റ്റിലെ സ്പെസിഫിക് എനർജി കിട്ടി. അതേപോലെ തന്നെ സെക്കൻഡ് സെക്ഷനിലെയും സ്പെസിഫിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ അടുത്ത് ΔE ആണ്. ΔE എന്ന് പറയുമ്പോൾ E2 - E1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്പെസിഫിക് എനർജി വേണം. ഓക്കെ, അപ്പോൾ അത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്കൊരൊറ്റ സിംഗിൾ വാല്യൂ കിട്ടും. അതാണ് ΔE. ഓക്കെ, അതേപോലെ തന്നെ SF-നും ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, SF-ൻ്റെ ഇക്വേഷൻ വരുന്നത് SF ഈസ് ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ നമ്മുടെ മാനിങ്സ് ഇക്വേഷൻ തന്നെ v ഈസ് ഈക്വൽ ടു 1/n r⁻²/3 s⁻1/2. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് SF-ൻ്റെ മാത്രം എടുക്കുമ്പോൾ SF ഈസ് ഈക്വൽ ടു SF⁻1/2 ഈസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ r⁻²/3 എന്ന് വരാം. ഓക്കെ, അപ്പോൾ ദെൻ രണ്ട് സൈഡിലും ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ SF⁻1/2 പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഓക്കെ SF⁻1/2 × 2 ആണ്. ഓക്കെ, 2 × 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ദെൻ SF എന്നാണ് ആൻസർ വരാം. ഓക്കെ, അപ്പോൾ SF ഈസ് ഈക്വൽ ടു, ഓക്കെ, രണ്ട് സൈഡിലും LHSഉം RHSഉം ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഒരുമിച്ച് സ്ക്വയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ SF ഈസ് ഈക്വൽ ടു n² v² ഡിവൈഡഡ് ബൈ r⁻4/3 എന്നാണ് ആൻസർ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യണം. SF ഈസ് ഈക്വൽ ടു n² v² ഡിവൈഡഡ് ബൈ r⁻4/3. ഓക്കെ, ആ SF യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റത്തെ v അറിയാം. ഫസ്റ്റ് സെക്ഷനിൽ v നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യും, v1. ദെൻ സെക്കൻഡ് സെക്ഷനിൽ v2 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ആ v1 യൂസ് ചെയ്തിട്ട് ഈ SF-ലെ ഫസ്റ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ v2 യൂസ് ചെയ്തിട്ട് സെക്കൻഡ് SF ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദെൻ SF' എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ സിംഗിൾ വാല്യൂ കിട്ടും. സോറി, SF' എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടിൻ്റെയും ആവറേജ് എടുക്കുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു SF-ൻ്റെ സിംഗിൾ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് S0 - SF' ആണ്. S0 ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പ് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. സോ ബോട്ടം സ്ലോപ്പിൽ നിന്ന് ഈ ഒരു SF' മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ S0 - SF കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് dx ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടത് ΔE ഡിവൈഡഡ് ബൈ S0 - SF ആണ്. ഓക്കെ, ΔE നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ S0 - SF ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Δx-ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റെപ്പ് വരുന്നത്. ഇനി ആ ഒരു സ്റ്റെപ്പിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതണം. ഫസ്റ്റ് ഓക്കെ, ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ചാൽ മതി. ടേബിളിൽ നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഏരിയ ആണ്. വൈ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും. ഡെപ്ത് ഓഫ് ഫ്ലോ ഫസ്റ്റ് സെക്ഷനിലെ ഡെപ്ത് ഓഫ് ഫ്ലോയും സെക്കൻഡ് സെക്ഷനിലെ ഡെപ്ത് ഓഫ് ഫ്ലോയും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവർ തമ്മിലുള്ള രണ്ട് സെക്ഷൻ തമ്മിലുള്ള ആ ഒരു ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ 2 y നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്ത് ഫസ്റ്റ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ഫ്ലോ സെക്ഷൻ. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. ഓക്കെ, ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റേഡിയസ് ആണ്. ഹൈഡ്രോളിക് റേഡിയസ് ആണ് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് R is equal to A/P ആണ്. ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നമ്മൾ വെറ്റഡ് പെരിമീറ്റർ ആണ് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തു, നെക്സ്റ്റ് വെറ്റഡ് പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ഇക്വേഷൻ വരുന്നത് ഏരിയ വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. സോ A/P ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രോളിക് റേഡിയസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഏരിയ കിട്ടി, പെരിമീറ്റർ കിട്ടി, ഹൈഡ്രോളിക് റേഡിയസ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഹൈഡ്രോളിക് റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് V ആണ്. ഓക്കെ, അപ്പോൾ V ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടത് നമുക്ക്
1/n r⁻²/3 s⁻². ആ ഒരു ഇക്വേഷനാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, കമ്പ്യൂട്ട് ദ മീൻ വെലോസിറ്റി, ദ വെലോസിറ്റി ഹെഡ്, ദ സ്പെസിഫിക് എനർജി ഇ ആൻഡ് സ്പെസിഫിക് എനർജി ലൈൻ സ്ലോപ്പ് SF അറ്റ് ദി ചാനൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. കമ്പ്യൂട്ട് ദ മീൻ വെലോസിറ്റി V, then v²/2g kinetic head, then total energy, specific energy. ഓക്കെ, അപ്പോൾ V ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ v²/2g ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ സ്പെസിഫിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതിൻ്റെ ആ ഒരു സ്പെസിഫിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് SF ആണ്. ദെൻ SF' ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ S0 - SF ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. V ഫൈൻഡ് ഔട്ട് ചെയ്യുക, v²/2g ഫൈൻഡ് ഔട്ട് ചെയ്യുക, E ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ എനർജി ലൈനിൻ്റെ സ്ലോപ്പ് SF ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഡെപ്ത് ഓഫ് ഫ്ലോ എന്തായാലും ഓൾറെഡി നോൺ ആയിരിക്കും. ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് നോൺ. ഡെപ്ത് ഓഫ് ഫ്ലോ തന്നിട്ടാണ് നമ്മുടെ അടുത്ത് ആ ഒരു ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ എനർജി ലൈൻ സ്ലോപ്പ് SF മേ ബി കമ്പ്യൂട്ടഡ് ബൈ യൂസിങ് മാനിങ്സ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് അത് എങ്ങനെയാണ് വരാമെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. n² v²/r⁻⁴/3. ഓക്കെ, അപ്പോൾ നമുക്ക് മാനിങ്സ് കോഎഫിഷ്യൻ്റ് ആണ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ n യൂസ് ചെയ്യണം. ദെൻ ചെസീസ് കോൺസ്റ്റൻ്റ് ആണ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് Q = AC√RS. ഓക്കെ, Q = AC√RS, B = C√RS. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് SF-ൻ്റെ മാത്രം ഇക്വേഷൻ എടുക്കാൻ മൊത്തം സ്ക്വയർ ചെയ്യുമ്പോൾ v² = C² R × SF. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് SF-നെ മാത്രം SF is equal to v²/c² R. ഓക്കെ, ചേസീസ് കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SF ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിങ്സ് കോഎഫിഷ്യൻ്റ് ആണ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ട് ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. SF ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കോമൺലി യൂസ് ചെയ്യുന്നത് മാനിങ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് SF ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ചെസീസ് ഇക്വേഷനിൽ നിന്ന് SF ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ assume a new depth of flow for another section lying very close to the previous one and from the assumed depth of flow. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നത് രണ്ട് ഡെപ്ത് നമുക്ക് തന്നിട്ടുള്ളത് കണ്ടീഷനാണ്. ഇനി നമുക്ക് ഡെപ്ത് തന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഇത്രയും ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു മൊത്തം ലെങ്ത്തിനെ നമ്മൾ ഷോർട്ട് റീച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഇതൊരു 1 എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെപ്ത് 1 മീറ്റർ ആണെങ്കിൽ നെക്സ്റ്റ് ഒരു 1.5 മീറ്റർ അസ്യൂം ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അങ്ങനെ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, assume a new depth of flow for another section lying very close to the previous one. തൊട്ട് മുമ്പത്തെ തന്നെ നോക്കിയിട്ട് ഇപ്പോൾ 1 എടുക്കുകയാണെങ്കിൽ 1.5 അല്ലെങ്കിൽ മൊത്തം റീച്ചിനെ നമ്മൾ എത്രയുണ്ട് മൊത്തം ഡെപ്ത് എന്ന് നോക്കിയിട്ട് വേണം അത് ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനെ ഫസ്റ്റ് ഇതിലും സെക്കൻഡിലും നമ്മൾ നോക്കണം. ദ അസ്യൂം ഡെപ്ത് വിൽ ബി ഐദർ more or less than the known depth at the control section depending on whether the surface profile is rising or falling from the control section. ഓക്കെ, ഇപ്പോൾ റൈസിങ് ആണോ അത് ഫോളിങ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രാജുവലി വേരിഡ് ഫ്ലോ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ എടുക്കുന്നതിനേക്കാളും ഇൻക്രീസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഇത് റൈസിങ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഫോളിങ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ എടുക്കുന്നതിൻ്റെ കുറഞ്ഞാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡെപ്ത് ഓഫ് ഫ്ലോ നെക്സ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യണമെങ്കിൽ അതിൻ്റെ റൈസിങ് ആണോ ഫോളിങ് ആണോ എന്നും കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. ഓക്കെ, ദ അസ്യൂം ഡെപ്ത് ഓഫ് ഫ്ലോ വിൽ ഐദർ ഓർ മോർ ഓർ ലെസ് ദാൻ ദി ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് ദി കൺട്രോൾ സെക്ഷൻ ഡിപ്പെൻഡിങ് ഓൺ വെദർ ദി സർഫസ് ഇസ് ഫോളിങ് ഓർ റൈസിങ്. അത് നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. Okay, in order to keep the distance dx between the two adjacent sections small as far as possible, small incremental increase or decrease in the depth should be assumed. Okay, വലിയ വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്യാതെ ചെറിയ വാല്യൂസ് മാക്സിമം അസ്യൂം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒബ്റ്റെയിൻ ദി വാല്യൂ ഓഫ് ദി ചേഞ്ച് ഇൻ സ്പെസിഫിക് എനർജി ഡെൽറ്റ ഇ ഫ്രം ദി കമ്പ്യൂട്ടഡ് വാല്യൂസ് ഓഫ് ദി സ്പെസിഫിക് എനർജീസ് E1 and E2. സെയിം സ്റ്റെപ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു ഫോർമാറ്റിൽ ഓർത്തിരുന്നാൽ മതി. dx is equal to e2 minus e1 divided by s0 minus sf. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അതായത് ഡി എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റിവേഴ്സ് ആലോചിക്കുകയാണെങ്കിൽ S0 മൈനസ് എസ് എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ S0 മൈനസ് എസ് എഫിൽ ഈ എസ് എഫ് എന്ന് പറയുമ്പോൾ രണ്ട് ഇതിൻ്റെയും y1 ഡെപ്തിലും നെക്സ്റ്റ് ഡെപ്തിലും സ്പെസിഫിക് എനർജിയുടെ സ്ലോപ്പ്, ടോട്ടൽ എനർജിയുടെ സ്ലോപ്പാണ്. സോ രണ്ട് സ്ലോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് എടുക്കുന്ന വാല്യൂ ആണ് എസ് എഫ് ഡാഷ്. ഓക്കെ, എസ് എഫ് ഡാഷ്. ഓക്കെ, അപ്പോൾ എസ് എഫ് ഡാഷിൻ്റെ രണ്ട് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം എസ് എഫ് എഴുതി. ഓക്കെ, റിവേഴ്സ് ആയിട്ട് ഈ ഒരു ടേബിൾ എങ്ങനെ വരാമെന്ന് ആലോചിക്കുമ്പോൾ ഡി എക്സ് എഴുതി, S0 മൈനസ് എസ് എഫ് എഴുതി. ഓക്കെ, ദെൻ എസ് എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എസ് എഫ് ഡാഷ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എസ് എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ SF1 പ്ലസ് SF2 ഡിവൈഡഡ് ബൈ 2 അതിൻ്റെ ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ എസ് എഫിൻ്റെ നെക്സ്റ്റ് കോളം എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൽ S0 നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. ദെൻ E2 മൈനസ് E1 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നെക്സ്റ്റ് കോളം ഡെൽറ്റ ഇ എന്ന് പറയുമ്പോൾ E2 മൈനസ് E1 ഡെൽറ്റ ഇ നമ്മൾ എഴുതി. ദെൻ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ E2 E1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ E1 E2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ ചേഞ്ച് എടുത്തിട്ടാണ് നമ്മൾ ഡെൽറ്റ ഇ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് തൊട്ട് മുമ്പത്തെ കോളം ആണ്, സ്പെസിഫിക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത് y പ്ലസ് V1² ആണ്. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ V²/2g ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് സെക്ഷനിലാണെങ്കിൽ V1²/2g, സെക്കൻഡ് സെക്ഷനിൽ V2²/2g എടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് സ്പെസിഫിക് എനർജിയുടെ തൊട്ട് മുമ്പത്തെ കോളം V²/2g ആയിരിക്കണം. അതിൻ്റെ മുമ്പത്തെ കോളം എന്ന് പറയുമ്പോൾ അതായത് V²/2g നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ V അറിയണം. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പത്തെ കോളം V ആണ്. ഓക്കെ, വിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 1/n r⁴ S⁴ 1/2 നമുക്കറിയാം. r⁴ r ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് മുമ്പത്തെ കോളത്തിൽ നമ്മൾ r എഴുതി. ഓക്കെ, ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ r is equal to a/p ആണ്. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ പിയുടെ കോളം എഴുതിയിട്ടില്ല, പി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് r is equal to a/p എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അതിൻ്റെ മുമ്പിൽ നമ്മൾ ഏരിയ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എങ്ങനത്തെ ചാനൽ സെക്ഷൻ്റെ ടൈപ്പ് നോക്കിയിട്ട് എങ്ങനത്തെ റെക്ടാങ്കുലർ ആണെങ്കിൽ B/Y ചെയ്താൽ മതി, ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ചാനൽ ചെയ്താൽ മതി, നമുക്ക് റെക്ടാങ്കുലറിൻ്റെ കേസിൽ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലെ ഓരോന്നിലും ഡെപ്ത് ഓഫ് ഫ്ലോ അനുസരിച്ച് ഏരിയയുടെ ഇക്വേഷൻ മാറും. ഓക്കെ, അപ്പോൾ ഏരിയ ഈക്വൽ ടു ഇപ്പോൾ റെക്ടാങ്കുലർ ആണെങ്കിൽ B/Y ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് y അറിയണം. y അറിയണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ഡെപ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ ഫൈനലും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫൈനലും തരാത്ത ക്വസ്റ്റ്യനിൽ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലും ഫൈനലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് റീച്ചേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ദെൻ നെക്സ്റ്റ് y ഈക്വൽ ടു ഒരു വാല്യൂ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ y-നേക്കാളും റൈസിങ് ആണെങ്കിൽ ഗ്രാജുവലി വാരിഡ് ഫ്ലോ റൈസിങ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്ത് വാല്യൂസ് കൊടുക്കണം. ഫോളിങ് ആണെങ്കിൽ വാല്യൂ ഡെപ്ത് നമ്മുടെ ഡിക്രീസ് ചെയ്താണ് വരിക. സോ ഡിക്രീസ് ആയിട്ടുള്ള വാല്യൂസ് വേണം നെക്സ്റ്റ് ആയിട്ട് കൊടുത്തു പോകാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെൽറ്റ ഇ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് E1 E2 അറിയണം. ഓക്കെ, ദെൻ ഇൻ ഇക്വേഷൻ ദി ആവറേജ് വാല്യൂ ഓഫ് എനർജി ലൈൻ സ്ലോപ്സ് അറ്റ് 2 adjacent sections is to be used. SF ഡാഷ് ആണ് യൂസ് ചെയ്യുന്നത്. SF ഡാഷ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു SF1 പ്ലസ് SF2. ഓക്കെ, അതിൻ്റെ ആവറേജ് ആണ്. where SF1 and SF2 are the values of slope of the energy line. SF എന്ന് പറയുന്നത് എനർജി ലൈനിൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ എനർജി ലൈനിൻ്റെ സ്ലോപ്പും സെക്കൻഡ് സെക്ഷനിലെ എനർജി ലൈനിൻ്റെ സ്ലോപ്പും എടുത്ത് അതിൻ്റെ ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് SF ഡാഷ്. ഓക്കെ, thus compute SF dash of SF1 and SF2 at the 2 adjacent sections. Then substitute the value of delta E, S0, SF dash from the computed values in the equation. Equation എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ S0 മൈനസ് SF എന്നായിരുന്നു ഇക്വേഷൻ. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ S0 മൈനസ് SF എന്നായിരുന്നു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ ഡെൽറ്റ ഇ ഫൈൻഡ് ഔട്ട് ചെയ്തു, S0 ഫൈൻഡ് ഔട്ട് ചെയ്തു, SF ഫൈൻഡ് ഔട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെൽറ്റ എക്സിൻ്റെ ആൻസർ കിട്ടും. Okay, which represent the length of the portion of the surface profile lying between 2 adjacent sections. നമ്മൾ പറഞ്ഞു ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡെപ്തും y1 എന്ന് പറയുന്ന ഈ ഒരു ഡെപ്തും y2 എന്ന് പറയുന്ന ഈ ഒരു ഡെപ്തും
ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത് ഈ രണ്ട് ഗ്രാജുവലി വേരിഡ് ഫ്ലോ ആയിട്ടുള്ള ഈ ഗ്രാജുവലി വേരിഡ് ഫ്ലോറിൻ്റെ ഈ ഒരു ലെങ്ത് എത്രത്തോളം ഡിസ്റ്റൻസ് ഗ്രാജുവലി വേരി ചെയ്തിട്ടുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഇയും S0യും SF' ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ലാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് വിച്ച് റെപ്രസെൻറ്റ്സ് ദി ലെങ്ത് ഓഫ് ദി പോർഷൻ ഓഫ് ദി സർഫസ് പ്രൊഫൈൽ. ലെങ്ത് ഓഫ് ദി പോർഷൻ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഈ Y1 തൊട്ട് Y2 വരെയുള്ള ആ ഒരു ലെങ്ത് ലൈൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സെക്ഷൻ, രണ്ട് സെക്ഷൻ തമ്മിലുള്ള ആ ഒരു ഡെപ്തിനെ ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ദ പ്രോസസ് ബൈ അസ്യൂമിങ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ഷോർട്ട് റീച്ചിൻ്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മൊത്തം വലിയൊരു റീച്ച് എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു റീച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തു, ദെൻ നെക്സ്റ്റ് റീച്ച്, ദെൻ അങ്ങനെ മൊത്തം ഫുൾ റീച്ചിനെ നമ്മൾ ഷോർട്ട് റീച്ചസ് ആയി ഡിവൈഡ് ചെയ്തിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീച്ചിൽ നമ്മൾ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു, ദെൻ നെക്സ്റ്റ് റീച്ചിലെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു, അങ്ങനെ ഫുൾ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, റിപ്പീറ്റ് ദ പ്രോസസ് ബൈ അസ്യൂമിങ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് depth of flow y at adjacent sections until the required section is reached. നമുക്ക് ലാസ്റ്റ് ഇനീഷ്യലും ഫൈനൽ ഡെപ്ത് ഓഫ് ഫ്ലോയും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് ടോട്ടൽ എത്ര ലെങ്ത്തിലാണ് ഈ ഗ്രാജുവലി വേരിഡ് ഫ്ലോ നടക്കുന്നതെന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്ട് റീച്ചസ് ആയി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ 1 മീറ്റർ ആണ് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് എടുത്തു, ദെൻ നെക്സ്റ്റ് നമ്മൾ 1.5 എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഇവിടെ 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 1.5, ദെൻ 2 എടുത്തു, ദെൻ 2.5 എടുത്തു, ഓക്കെ, ദെൻ 3.5, 4 അങ്ങനെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ 1 to 1.5 ഉള്ള ആ ഒരു ഡെപ്ത് വരുന്ന ഇത് 1 മീറ്ററും ഇത് 1.5 മീറ്ററും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ട് ഡെപ്ത് ഓഫ് ഫ്ലോ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട dx. ഓക്കെ, ആ ലെങ്ത് സർഫസ് പ്രൊഫൈലിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ആ ഒരു രണ്ട് ഡെപ്ത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് അങ്ങനെ ടോട്ടൽ മൊത്തം ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ് നമുക്ക് ടോട്ടൽ ആ രണ്ട് ഡെപ്ത് തമ്മിലുള്ള ആ ഒരു ലെങ്ത് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പീറ്റ് ദ പ്രോസസ് ബൈ അസ്യൂമിങ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ അഡ്ജസൻറ്റ് സെക്ഷൻസ് അൺടിൽ ദ റിക്വയർഡ് സെക്ഷൻ ഈസ് റീച്ച്ഡ്. ഓക്കെ, ഇത് 1 നിന്ന് തുടങ്ങി 1.5, 2, 2.5, 3, 3.5, 4 വരെ. ഓക്കെ, 4 മീറ്റർ ആണ് ഫൈനൽ ഡെപ്ത് ഓഫ് ഫ്ലോ തന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ആഡ് ദി റിസൾട്ടിങ് dx വാല്യൂസ് ടു ഒബ്റ്റെയിൻ ദി റിക്വയർഡ് ലെങ്ത് എക്സ് ഓഫ് ദി ഫ്ലോ പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന ഓരോ ലെങ്തിന് ഷോർട്ട് റീച്ചസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു എക്സ് ഉണ്ടല്ലോ. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എക്സ്, സെക്കൻഡ് സെക്ഷനിൽ എക്സ്, തേർഡ്, അങ്ങനെ ടോട്ടൽ ഈ എക്സ് മൊത്തം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ആ dx സ്മോൾ ആയതുകൊണ്ട് നമ്മൾ dx എന്ന് പറയുന്നത്. ഓക്കെ, ഈ dx മൊത്തം ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ടോട്ടൽ അതിൻ്റെ മൊത്തം സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ആദ്യം ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ കേസിലാണെങ്കിൽ രണ്ട് ഡെപ്ത് ഓഫ് ഫ്ലോ തന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്ര ലെങ്ത്തിലാണ് വാട്ടർ പ്രൊഫൈലിൻ്റെ ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഡൈനാമിക് ഇക്വേഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 3 മെത്തേഡാണ് സ്റ്റെപ്പ് മെത്തേഡ്, ഗ്രാഫിക്കൽ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് മെത്തേഡ്, ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റെപ്പ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് ആ ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ആ ഒരു സെക്ഷൻ എടുത്തു, ഒരു ചാനൽ സെക്ഷൻ എടുത്തപ്പോൾ അതിൻ്റെ ഷോർട്ട് റീച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. ഷോർട്ട് റീച്ച് കൺസിഡർ ചെയ്യുമ്പോൾ dx ചാനൽ ബോട്ടം നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആ ഒരു ഡെപ്ത് S0 dx ആയിരിക്കും. ദെൻ ടോപ്പിൽ ഇതേപോലെ ഇത് എനർജി ലൈൻ്റെ സ്ലോപ്പ് ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് SF dx ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ S0 dx പ്ലസ് y1 പ്ലസ് v1² ആണ് സെക്ഷൻ 1 വരുന്നത്. ദെൻ സെക്ഷൻ 2 സിമിലർലി y2 പ്ലസ് v2² പ്ലസ് SF dx എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ വരുമ്പോൾ S0 dx പ്ലസ് y1² പ്ലസ് v1² എന്ന് പറയുന്നത്
സ്പെസിഫിക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ E1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഡി എക്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നു. ഡി എക്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ S0 മൈനസ് എസ് എഫ് ഡാഷ് ആണ് ഇക്വേഷൻ വരിക. ഓക്കെ, ഇവിടെയും SF ഡാഷ് ആണ് ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഡി എക്സ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഡെൽറ്റ ഇ അറിയണം, S0 നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും, SF ഡാഷ് അറിയണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ടേബിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഡെൽറ്റ ഇ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെൽറ്റ ഇയുടെ ഇക്വേഷൻ E2 മൈനസ് E1 ആണ്. രണ്ട് സ്പെസിഫിക് എനർജീസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ പറയുമ്പോൾ y പ്ലസ് v സ്ക്വയർ ബൈ 2g ആണ്. y ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, v സ്ക്വയർ ബൈ 2g നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് v ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. v ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് 6 ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 6 എഴുതി. ദെൻ 6 കിട്ടണമെങ്കിൽ നമുക്ക് ഏരിയ അറിയണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ടേബിളിൻ്റെ ഓർഡർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഇ ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് SF ഡാഷ് ആണ്. SF ഡാഷ് എന്ന് പറയുന്നത് SF1 പ്ലസ് SF2 ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് അതിൻ്റെ ആവറേജ് ആണ്. രണ്ട് സ്ലോപ്പ് ഓഫ് സ്പെസിഫിക് എനർജി ലൈനിൻ്റെ രണ്ട് സ്ലോപ്പിൻ്റെ ആവറേജ് ആണ് SF ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം ഫസ്റ്റ് സെക്ഷനിലെ SF ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് സെക്ഷനിലെ SF ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അതിൻ്റെ ആവറേജ് എടുത്തു, അത് S0 എന്ന് മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ S0 മൈനസ് SF ഡാഷിന് ആൻസർ വരും. ദെൻ നമ്മൾ ഡെൽറ്റ ഇ ബൈ S0 മൈനസ് SF ഡാഷിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു DX കിട്ടും. ഓക്കെ, അപ്പോൾ DX എന്ന് പറയുന്നത് ആ ഒരു ഷോർട്ട് റീച്ച് മൊത്തം ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് റീച്ചിൻ്റെ DX ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതേപോലെ എല്ലാന്നും ഓക്കെ സ്മോൾ റീച്ചസ് ആയിട്ട് നമ്മൾ മൊത്തം ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലും DX ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ടോട്ടൽ സം എടുക്കുമ്പോഴാണ് നമുക്ക് മൊത്തം ആ ഒരു ഗ്രാജുവലി വേരിയഡ് ഫ്ലോൻ്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ദ ഡിസ്ചാർജ് ത്രൂ എ 3 മീറ്റർ വൈഡ് റെക്ടാങ്കുലർ ചാനൽ. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് തന്നിരിക്കുന്നത് 3 മീറ്റർ ആണ്. ഡിസ്ചാർജ് Q is equal to 12 meter cube per second ആണ്. When the depth of flow is 2 meter. ഓക്കെ, ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് തന്നിട്ടുണ്ട്. ഡെപ്ത് ഓഫ് ഫ്ലോ y is equal to 2 meter. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് എനർജി E ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്രിട്ടിക്കൽ ഡെപ്ത് YC ഫൈൻഡ് ഔട്ട് ചെയ്യണം. മിനിമം സ്പെസിഫിക് എനർജി E മിനിമം is equal to ഇക്വേഷൻ 1.5 ടൈംസ് ഓഫ് YC എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ YC ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ YC വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ഇയുടെ ഇക്വേഷൻ വരുന്നത് E is equal to y പ്ലസ് v സ്ക്വയർ ബൈ 2g. സ്പെസിഫിക് എനർജി E is equal to y പ്ലസ് v സ്ക്വയർ ബൈ 2g. YC ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ Q സ്ക്വയർ ബൈ G, റൂട്ട് ഓഫ് Q സ്ക്വയർ ബൈ G. ദെൻ മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറയുമ്പോൾ 1.5 ടൈംസ് ഓഫ് YC. ദെൻ ഫ്രൂട്ട്സ് നമ്പർ FR is equal to V by root GY. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ഇക്വേഷൻ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വേറെ എക്സ്ട്രാ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഓൾസോ കമൻറ്റ് ഓൺ ദി നേച്ചർ ഓഫ് ഫ്ലോ വെദർ സബ് ക്രിട്ടിക്കൽ ഓർ സൂപ്പർ ക്രിട്ടിക്കൽ. ഓക്കെ, സബ് ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ എന്ന് നമ്മൾ അറിയുന്നത് ഫ്രൂട്ട്സ് നമ്പർ നോക്കിയിട്ടാണ്. ഫ്രൂട്ട്സ് നമ്പർ ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ എന്ന് നോക്കിയിട്ട് വേണം സബ് ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ എന്ന് പറയണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് എനർജി E ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം E ഫൈൻഡ് ഔട്ട് ചെയ്യാം. E is equal to y പ്ലസ് v സ്ക്വയർ ബൈ 2g എന്നാണ്. അതിൽ നമുക്ക് അറിയാവുന്നത് y അറിയാം, v സ്ക്വയർ ബൈ 2gന് നമുക്ക് v is equal to q ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, അപ്പോൾ v സ്ക്വയർ ബൈ 2g എന്ന് പറയുമ്പോൾ y പ്ലസ് v സ്ക്വയർ q സ്ക്വയർ ബൈ v സ്ക്വയർ എന്ന് പറയുമ്പോൾ q സ്ക്വയർ ബൈ a സ്ക്വയർ. ഓക്കെ, അപ്പോൾ q സ്ക്വയർ ബൈ 2g a സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഡെപ്ത് ഓഫ് ഫ്ലോ നമുക്കറിയാം. സോ B ഇൻറ്റു y ചെയ്ത് കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ചാനലാണ്. സോ B ഇൻറ്റു y ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഓക്കെ, y is equal to 2 മീറ്റർ ആണ്. 2 പ്ലസ് Q സ്ക്വയർ, Q നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 12 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു a സ്ക്വയർ. ഓക്കെ, ഏരിയ B ഇൻറ്റു y. B എന്ന് പറയുന്നത് 3 മീറ്റർ, y എന്ന് പറയുന്നത് 2 മീറ്റർ. ഓക്കെ, 3 ഇൻറ്റു 2 ഹോൾ സ്ക്വയർ. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ സ്പെസിഫിക് എനർജി ഇയുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇയുടെ വാല്യൂ വരുന്നത് 2.204 മീറ്റർ. ഓക്കെ, യൂണിറ്റ് സ്പെസിഫിക് എനർജിയുടെ യൂണിറ്റ് മീറ്റർ ആണ് വരിക. 2.204 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്രിട്ടിക്കൽ ഡെപ്ത് YC ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്രിട്ടിക്കൽ ഡെപ്ത് YCയുടെ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. Q സ്ക്വയർ G raised to 1/3 ആയിരുന്നു. ഓക്കെ, YC ഈസ് ഈക്വൽ ടു Q സ്ക്വയർ. ഓക്കെ, ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ Q ഈസ് ഈക്വൽ ടു സ്മോൾ Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ B ആണ്. ഓക്കെ, ഇതിൽ ക്യാപിറ്റൽ Q ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. സ്മോൾ Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ എന്നാണ് ഇതിൻ്റെ യൂണിറ്റ് വരാൻ. സ്മോൾ ക്യൂവിൻ്റെ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ് സ്മോൾ Q. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ചാർജ് 12 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 12 ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3 മീറ്റർ ആണ്. ഓക്കെ, 12/3 ചെയ്യുമ്പോൾ 4 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ. ഓക്കെ, അതാണ് സ്മോൾ ക്യൂവിൻ്റെ ആൻസർ വരാം. ഓക്കെ, സ്മോൾ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ G ഹോൾ റേസ് ടു 1/3 ആണ് ഇക്വേഷൻ. സോ 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 റേസ് ടു 1/3. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ വരുന്നത് 1.177 മീറ്റർ. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂ 1.177 മീറ്റർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് മിനിമം സ്പെസിഫിക് എനർജിയാണ്. മിനിമം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ 1.5 ടൈംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. ക്രിട്ടിക്കൽ ഡെപ്ത് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 1.177 ആണ്. ഓക്കെ, അപ്പോൾ 1.5 ഇൻറ്റു 1.177. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം സ്പെസിഫിക് എനർജി കിട്ടും. ഓക്കെ, മിനിമം സ്പെസിഫിക് എനർജി 1.765 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഫ്രൂട്ട്സ് നമ്പർ ആണ്. ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം ആദ്യം. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു Q/A. ഓക്കെ, Q 12 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഏരിയ 3 × 2 ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ആൻസർ വരുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി കിട്ടുക. ഓക്കെ, വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നമ്പർ FR ഈസ് ഈക്വൽ ടു V/√G/1. ഓക്കെ, അപ്പോൾ അതിൽ V എന്ന് പറയുന്നത് 2 ആണ്. ദെൻ √9.81 ഇൻറ്റു ഓക്കെ Y നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ 2 ആണ്. ഓക്കെ, ഈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ കിട്ടും. ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ വരുന്നത് 0.451 ആണ്. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ 1. ഫ്രൂട്ട്സ് നമ്പർ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് ടൈപ്പാണ്, സബ് ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ എന്ന് ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾസോ കമൻറ്റ് ഓൺ ദി നേച്ചർ ഓഫ് ഫ്ലോ വെദർ സബ് ക്രിട്ടിക്കൽ ഓർ സൂപ്പർ ക്രിട്ടിക്കൽ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ലാസ്റ്റ് ഫ്രൂട്ട്സ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെസ് ദാൻ 1 ആണ് വരുന്നത്. 0.451 ആണ് ഫ്രൂട്ട്സ് നമ്പർ കിട്ടുന്നത്. സോ അത് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അപ്പോൾ അത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ്റെ B ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് എ ഹൈഡ്രോളിക് ജമ്പ്. ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സഡൻ അല്ലെങ്കിൽ ടർബുലന്റ് പാസേജ് ഓഫ് വാട്ടർ ഫ്രം സൂപ്പർ ക്രിട്ടിക്കൽ ടു സബ് ക്രിട്ടിക്കൽ. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്കുള്ള ആ ഒരു സഡൻ അല്ലെങ്കിൽ ടർബുലൻ്റ് ആയിട്ടുള്ള ആ ഒരു വാട്ടറിൻ്റെ പാസേജിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് നീറ്റ് സ്കെച്ചസ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ചസ്. ഓക്കെ, അപ്പോൾ ഓരോ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് സ്കെച്ചിൻ്റെ ഹെൽപ്പോട് കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫ്രൂട്ട്സ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പർ ഓഫ് ദി ഇൻകമിങ് ക്രിട്ടിക്കൽ ഫ്ലോ എസ് എ പാരാമീറ്റർ ഡിസ്ക്രൈബിങ് ദി ഫിനോമിനൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ്.
ഓക്കെ, അപ്പോൾ ഇൻകമ്മിങ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോയിൻ്റെ നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ ടു സബ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു സഡൻ അല്ലെങ്കിൽ ടർബുലൻറ്റ് പാസേജ് ഓഫ് വാട്ടറിനെയാണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പർ ഓഫ് ദി ഇൻകമ്മിങ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇൻകമ്മിങ് വാട്ടറിൻ്റെ ആ ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ ആ ഡെപ്ത് നോക്കിയിട്ടാണ് നമ്മളത് ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്നുണ്ടോ എങ്ങനെയത് ഫോം ചെയ്യാമെന്നൊക്കെ പറയുന്നത്. Okay, depending upon the value of Fruit's number of the incoming flow, there are 5 distinct type of hydraulic jumps. Okay, 5 different types ആയിട്ട് ഫ്രൂട്ട്സ് നമ്പർ യൂസ് ചെയ്തിട്ട് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫ്രൂട്ട്സ് നമ്പർ ബിറ്റ്വീൻ 1 to 1.7. ഫ്രൂട്ട്സ് നമ്പർ 1 to 1.7 ആണെങ്കിൽ വരുന്ന ആ ഒരു ജമ്പാണ് അണ്ടുലാർ ജമ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാട്ടർ സർഫസിൽ അണ്ടുലേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ചെറിയ അണ്ടുലേഷൻസ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ആ ജമ്പിനെ പറയുന്ന പേരാണ് അണ്ടുലാർ ജമ്പ്. ഓക്കെ, 1 to 1.7 ആണെങ്കിൽ അണ്ടുലാർ ജമ്പ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 1.7 to 2.5 ആണെങ്കിൽ 1.7 to 2.5 ആണെങ്കിൽ ഫോം ചെയ്യുന്ന ആ ഒരു ജമ്പിനെ നമ്മൾ പറയുന്നത് വീക്ക് ജമ്പ് എന്നാണ്. ഫസ്റ്റ് പറഞ്ഞത് അണ്ടുലാർ ജമ്പായിരുന്നു, അതിൻ്റെ സർഫസിൽ അണ്ടുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് വീക്ക് ജമ്പാണ് 1.7 to 2.5. Okay, jump formed are called weak jump as the velocity throughout is fairly uniform. Okay, weak jump അതിൻ്റെ വെലോസിറ്റി ഫെയർലി യൂണിഫോം ആണ്, എപ്പോഴും അത് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യില്ല. ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ഈസ് ഡിസിപ്പേറ്റഡ്. In this case, series of small rollers form on the jump surface, but the downstream water surface remains same. Okay. വീക്ക് ജമ്പിൻ്റെ കേസിൽ പറയുമ്പോൾ വെലോസിറ്റി ത്രൂ ഔട്ട് ഫെയർലി യൂണിഫോം ആണ് ആൻഡ് എനർജി ഡിസിപ്പേഷൻ ചെറിയൊരു എമൗണ്ട് ആണ് എനർജി ഡിസിപ്പേഷൻ നടക്കുന്നുള്ളൂ. സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ഈസ് ഡിസിപ്പേറ്റഡ്. ഇൻ കേസ് ഓഫ് സീരീസ് ഓഫ് സ്മോൾ റോളേഴ്സ്, ഇതിൽ കാണാം നമുക്ക് ചെറിയ റോളേഴ്സ് ഫോം ചെയ്യുന്നുണ്ട് സർഫസിൽ. ഓക്കെ, ജമ്പ് സർഫസിൽ ചെറിയ റോളേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ജമ്പിൻ്റെ സർഫസിൽ റോളേഴ്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഡൗൺ സ്ട്രീം സൈഡിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്, അതായത് ഇവിടെ എങ്ങനെ വരുന്നു അതേപോലെ തന്നെയാണ് അവിടെയും നെക്സ്റ്റ് എൻഡിലും. അതുകൊണ്ടാണ് അതിനെ വീക്ക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 1.7 to 2.5 ആണ് ആ ഒരു റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് 2.5 to 4.5 വരുന്ന ആ ഒരു ജമ്പിനെ പറയുന്നത് ഓസിലേറ്റിംഗ് ജമ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓസിലേഷൻ ടു ആൻഡ് ഫ്രോത്ത്, അതായത് ബാക്ക് ആൻഡ് ഫ്രോത്ത്, മുമ്പിലേക്കും പിന്നിലേക്കും അതിൻ്റെ ഓസിലേഷൻ നടക്കുന്നുണ്ട്. ഫ്രം ബോട്ടം ടു ദി സർഫസ് ആൻഡ് ബാക്ക് അഗൈൻ. മറ്റേ ഇതിൻ്റെ ബോട്ടത്തിൽ നിന്ന് മുകളിലേക്ക് സർഫസിലേക്ക് പോകുന്നുണ്ട്, ദെൻ ബാക്ക് തിരിച്ചും ആ ഒരു മുകളിലേക്ക് പോകുന്ന അതേ ഇതിൽ തന്നെ തിരിച്ചും വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഓസിലേറ്റിംഗ് ജമ്പ് എന്ന് പറയുന്നത്. In this case, entering jet of water oscillates back and forth from the bottom to the surface and back again. Okay, അതുകൊണ്ട് അതിനെ ഓസിലേറ്റിംഗ് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ 1 to 1.7 ആയിരുന്നു, ദെൻ 1.7 to 2.5 ആയിരുന്നു, ഇതിൽ 2.5 to 4.5 ആണ്. ഓക്കെ, ഇതിനെ പറയുന്ന പേര് ഓസിലേറ്റിംഗ് ജമ്പ് എന്നാണ്. ഇനി ഫോർത്ത് ക്ലാസിഫിക്കേഷൻ വരുന്നത് 4.5 to 9 വരെ. ഓക്കെ, അതിനെ പറയുന്ന പേര് സ്റ്റഡി ജമ്പ് എന്നാണ്. ഓക്കെ, സ്റ്റഡി ജമ്പ്. ഇറ്റ് ഈസ് എ വെൽ സ്റ്റെബിലൈസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സ്റ്റഡി ജമ്പ്. ഓക്കെ, വെൽ സ്റ്റെബിലൈസ്ഡ് ആണ്, അതുകൊണ്ടാണ് അതിനെ സ്റ്റഡി ജമ്പ് എന്ന് പറയുന്നത്. ഫോർ ദിസ് ജമ്പ് ദി എനർജി ഡിസിപ്പേഷൻ റേഞ്ചസ് ഫ്രം 45 to 70%. ഓക്കെ, 45 to 70% ആണ് അതിൻ്റെ എനർജി ഡിസിപ്പേഷൻ വരുന്നത്. ഓക്കെ, സ്റ്റഡി ജമ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജമ്പാണ്, അതുകൊണ്ടാണ് അതിന് സ്റ്റഡി ജമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച്, ഫ്രൂട്ട്സ് നമ്പറിൻ്റെ റേഞ്ച് പറയുന്നത് 4.5 to 9 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫ്രൂട്ട്സ് നമ്പർ 9 and larger, 9 and above വരുന്ന ആ ഒരു ജമ്പിനെ പറയുന്ന പേരാണ് സ്ട്രോങ് ജമ്പ്. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പർ 9 or above വരുന്നതിനെ പറയുന്ന പേര് സ്ട്രോങ് ജമ്പ്. In this case, rough surface prevails which continues downstream for a long distance. നമുക്ക് ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതിലൊരു റഫ് സർഫസ് ആണ് വരുന്നത്, അത് ലോങ് ഡിസ്റ്റൻസ് അത് അങ്ങനെ തന്നെ റഫ് സർഫസ് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ സ്ട്രോങ് ജമ്പ് എന്ന് പറയുന്നത്. The jump action is quite rough but is effective since the energy dissipation may be 85%. ഓക്കെ, സ്ട്രോങ് ജമ്പിൻ്റെ കേസിൽ, അതായത് ഹൈഡ്രോളിക് ജമ്പിൻ്റെ കേസിൽ നമ്മൾ
അതിൻ്റെ അഡ്വാൻറ്റേജസിലൊക്കെ പറയുന്ന മെയിൻ കാര്യം അതാണ്. എനർജി ഡിസിപ്പേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ജമ്പിൽ എനർജി ഡിസിപ്പേഷൻ 85% ആണ്. അതുകൊണ്ട് ഈ ഒരു ജമ്പ് എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ സർഫസ് ഒക്കെ റഫ് ആയിട്ടായിരിക്കും വരാം. സ്ട്രോങ് ജമ്പിൻ്റെ കേസിൽ റഫ് സർഫസ് ആണ് നമ്മൾ പറഞ്ഞു. ഈ ഒരു സർഫസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റഫ് സർഫസ് ആണ്. ലോങ് ഡിസ്റ്റൻസ് അതങ്ങനെ മൂവ് ചെയ്യുമ്പോൾ റഫ് സർഫസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഡിസിപ്പേഷൻ 85% ആണ്. മാക്സിമം എനർജി ഡിസിപ്പേഷൻ കിട്ടുന്നത് ഫ്രൂട്ട്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 9ന്റെ കേസിലാണ്. അതായത് സ്ട്രോങ് ജമ്പിൻ്റെ കേസിലാണ് മാക്സിമം എനർജി ഡിസിപ്പേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് സ്ട്രോങ് ജമ്പ്. ഓക്കെ, അപ്പോൾ മൊത്തം അഞ്ച് ടൈപ്സ് ആണ് ഹൈഡ്രോളിക് ജമ്പിലുള്ളത്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞത് അണ്ടുലാർ ജമ്പ് ആയിരുന്നു. അത് 1 to 1.7 ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അണ്ടുലാർ ജമ്പ് കഴിഞ്ഞിട്ട് അണ്ടുലാർ ജമ്പ് 1 to 1.7 ആയിരുന്നു. ദെൻ 1.7 to 2.5 ആണ് വീക്ക് ജമ്പ്. 2.5 to 4.5 ആണ് ഓസിലേറ്റിംഗ് ജമ്പ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി ജമ്പ് 4.5 to 9 ആണ്. ഫ്രൂട്ട്സ് നമ്പർ 4.5 to 9 ആണ് സ്റ്റഡിക്ക് വരുന്നത്. ദെൻ ഗ്രേറ്റർ ദാൻ 9 ആണ് സ്ട്രോങ് ജമ്പിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഈ ഒരു ഫിഗറും കൂടെ സ്കെച്ചും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്നാലാണ് ടോട്ടൽ ഇതിൻ്റെ മൊത്തം ഇത് 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഫിഗറും കൂടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താലാണ് ടോട്ടൽ ആ ഒരു 9 മാർക്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5 എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിസംബർ 2022 ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്, സിവിൽ എഞ്ചിനീയറിംഗിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാ മൊഡ്യൂൾസിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ മൊഡ്യൂൾ വൈസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് ലാസ്റ്റ് മൊഡ്യൂൾ ആയിരുന്നു. മൊഡ്യൂൾ 5ന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.